സ്തോത്രം ചെയ്യുക. സ്തോത്രം 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 ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം 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 രാത്രി വെളിപ്പെടേണ്ടതിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം 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 സ്വീകരിക്കുവാൻ മാനം ധനവും ജ്ഞാനവും സ്വീകരിക്കുവാൻ വാനഭൂമി അലോകയും യോഗ്യനാഭവ വാനഭൂമി അലോകയും യോഗ്യനാഭവ മനുവേല വന്ദനമു മനുലേഖനായി മനുരാധിക്കാൻ വന്ന ഉന്നതാധിപ മനുവേല നിന്ദിതനായി നിസാരനായി നിസ്സഹായനായി നിന്ദിതനായി നിസാരനായി നിസ്സഹായനായി വന്ദിതനായി നിന്നതിന് ഓർത്തു നന്ദി വന്ദിതനായി നിന്നതിന് ഓർത്തു നന്ദി മനുവേല വന്ദനവും മനുജാതി വന്ദന ഉന്നതാതി മനുവേല ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ നീ കൃപമാട്ടി നായക ജീവനായ നീ കൃപമാട്ടി മനുവേല വന്ദനം മനുജാതിക്കാരി ഉന്നതാധിപ മനുവേല കുപ്പയിൽ നിന്നുയർത്തിനി ശ്രേഷ്ഠനാനര കുപ്പയിൽ നിന്നുയർത്തി ശ്രേഷ്ഠനാനര കൊപ്പവിരുത്തിയതെന്നയ അത്ഭുതപര കൊപ്പവിരുത്തിയ അത്ഭുതം മനുവേല വന്ദനവും മനുജാതി അരിവന്ദന ഉന്നതാതി മനുവേല വന്ദനവും മനുജാതി അരിവന്ദന മനുവേല വന്ദനം കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവദാസൻ പ്രാർത്ഥിക്കാട്ട് രോഗികളായി ഭാരപ്പെടുന്ന ചിലരുണ്ട്. അവരുടെ സൗഖ്യത്തിന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തിയുള്ളവനായ ദൈവമേ, പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, വിലപ്പെട്ട നല്ല സന്ധ്യാവേളയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് പ്രകാരം കടന്നു വരുവാനും സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. വിശേഷാൽ ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നതായ ബൈബിൾ ക്ലാസ്സിനോടനുബന്ധിച്ച് കർത്താവേ, ഇടയങ്ങൾക്കും കടന്നു വരുവാനും കർത്താവെ കൂട്ടായ്മയിലായിരിക്കാനും സഹായിച്ചല്ലോ. വിശേഷാൽ ഹല്ലേലൂയ ശാരീരമാകുന്ന ക്ലേശത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ. അവരെയെല്ലാം ഞങ്ങൾ ഈ സമയം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഭൂമിയിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ടുകൊണ്ട് എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനത്തെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കടന്നു വരുന്നു. കർത്താവ് സഹായിക്കണമേ, പരിപൂർണ സൗഖ്യം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണം, തിരുനാമം മഹത്വത്തിനായി തിരുവണ്ടിയാക്കണം, സകല മനുമുഖത്ത് കൊടുക്കണം. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. വേണ്ടവനെ ഫാസ്റ്റ് പ്രാർത്ഥിച്ചാട്ട് തുടർന്നുള്ള ദൈവവചന പഠനം അനുഗ്രഹമാകുവാൻ, ദൈവദാസനെ ദൈവം ബലപ്പെടുത്തുവാൻ, വചനം പഠിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകേണ്ടതിന് പ്രാർത്ഥിച്ചാണ്.
പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ ബൈബിൾ ക്ലാസിൻ്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. കഴിഞ്ഞ പകലിലും രാത്രിയൊക്കെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഇന്നു രാത്രി ദൈവത്തിൻ്റെ വചനത്തിന് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ദൈവമായ കർത്താവ് അതിൽ നിന്ന് നല്ല മുത്തുകൾ പിറക്കിയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഏത് ആത്മാവിനാൽ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ടു, അതേ ആത്മാവിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം എൻ്റെ ദാസിലൂടെ വിളമ്പുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ കർത്താവേ. അതേ ഇന്ന് രാത്രി കേൾക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം വിടുതലുമാക്കി തീർക്കണമേ. അത് അനേകർക്ക് ആശ്വാസം വിടുതലുമാക്കണമേ. ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അതിവിനയമാടങ്ങൾ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തിന് മഹത്വം. അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് കഴിഞ്ഞ 2 പകല് ദൈവവചനം പഠിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഈ രണ്ടാമത്തെ സന്ധ്യയിലും ഒന്നിച്ചു കൂടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നു. ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദപഠനമാണ് ഇവിടെ ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ഇത് നഷ്ടമാക്കുന്നവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കും. എനിക്ക് വളരെ അനുഗ്രഹം. നിങ്ങള് 2 വാക്യം ഒന്ന് വായിച്ചു. 71, 72 വാക്യം 119 സങ്കീർത്തനം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം. അപ്പം കഷ്ടതയിൽ ആയിരിക്കുമ്പോഴും ചട്ടം പഠിക്കും. എല്ലാം അനുകൂലമാക്കി വെച്ച് ബൈബിൾ ക്ലാസ്സിന് വരാനിരിക്കുന്ന ഒത്തിരി എണ്ണമാണ്. ആയുസ് നടക്കില്ല. വീട്ടുകാര്യം ക്രമീകരിച്ച്, പിള്ളേരുടെ കാര്യം ക്രമീകരിച്ച്, അവരുടെ പഠനം, കാര്യങ്ങൾ, വീട്ടിലെ ഉത്തരവാദിത്തം എല്ലാം തെറ്റാന്നതെല്ലാം ക്രമീകരിച്ച് എനിക്ക് 2 ദിവസം ദൈവവചനം പഠിക്കണം. നടക്കുന്ന കേസം. ഇവിടെ കഷ്ടതയിലായിരിക്കുമ്പോൾ ചട്ടം പഠിക്കുക. ഒന്നുകൂടെ വായിച്ചു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം. അത് ഗുണമായി അടുത്ത വാക്യമാണ്. 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ. അതാ നമുക്ക് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് തുടർന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കാം. ദൈവദാസന്റെ ദൈവം അതിനായി ശക്തീകരിക്കട്ടെ. കർത്താവിന്റെ കൃപ എല്ലാവരുടെ പേരും പകരട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഫോണ് അത്യാവശ്യമാണ് എടുക്കണം. കൂടെ പോകരുത്. അത് പറഞ്ഞ ചെവി സൈലന്റ് ആക്കിയേ കയറി. കണ്ണ് വെള്ളത്തിൽ ചാടും പോലെ കൂടെ എഴുന്നേറ്റ് പോകുകയും ചാടുകയും. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. വചനത്തിന് ശക്തി. ഇന്ന് പകൽ ഇത് സന്ധിച്ച് ദൈവം എല്ലാവരും എന്തെങ്കിലും കടന്നുവെന്ന് കർത്തദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവവചനം കർത്തദാസൻ പഠിപ്പിക്കും. പ്രാർത്ഥനയോടെ ഇരിക്കാം. മാന്യ കർത്തദാസനെ അതിനായി. പ്രൈസ് ദി ലോർഡ്. വിലയേറിയ അവസരത്തിനായി ഒരിക്കൽ കൂടെ കർത്താവിന്റെ മഹത്വം കരറ്റുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവ് ശ്രേഷ്ഠദാസൻ ഷിബു പാസ്റ്റർ, കൂടി വന്നിരിക്കുന്ന ബഹുമാനമുള്ള ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ ഏവർക്കും വീണ്ടും വന്നവനായി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സന്ധ്യ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ ക്ലാസിന്റെ 3ാമത് സെക്ഷനിലേക്ക് വരുവാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കുന്നു. 4ാമത്തെ 3 സെക്ഷൻ കഴിഞ്ഞു. 4ാമത്തെ സെക്ഷൻ ദൈവം ഒരു 3 ദിവസം എന്നുള്ള മനുഷ്യൻ കടന്നതാണ്. ദൈവം നമുക്ക് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവ് മഹത്വം. വിശേഷിച്ചും കർത്താവിന്റെ ദാസന്മാരെ ഇവിടെ കാണാൻ അവസരം തന്നല്ലോ. വളരെ പ്രാർത്ഥനയോടെ നാം ഈ തുടങ്ങി വെച്ച ദൈവവചന പഠനത്തിനായി
നമ്മൾ ഹൃദയത്തെയും മനസ്സിനെയും ഒക്കെ ഏകാഗ്രമാക്കി ദൈവത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. കഴിഞ്ഞ പകലിൽ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുള്ളതുകൊണ്ട് അവിടേക്ക് പോകാതെ നമ്മൾ തുടർന്നുള്ള ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കൂടാര പഠനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ക്രമീകരണങ്ങളുണ്ടാകും. അതാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു. രണ്ടാമത്, നമ്മുടെ സഭാ ജീവിതത്തിലും നമുക്ക് അടുക്കും ചിട്ടയും ഉണ്ടാകും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സാമൂഹ്യ ജീവിതത്തിലും നമുക്ക് അടുക്കും ചിട്ടയും ഉണ്ടാകും. വ്യക്തിപരമായ ജീവിതത്തിലും ആ ക്രമീകരണം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അങ്ങനെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും എല്ലാ കാര്യത്തിലും. ഞങ്ങള് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ കർത്താവിന്റെ ദാസന്റെ സഹോദരി ഷീന വിനോദും എന്നെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. അവരും ആ സംസാരിച്ച സമയത്ത് ലോഹിയൊന്നും പറയാതെ വേദോസിലെ കാര്യമാണ് പറഞ്ഞു. അപ്പൊ ഞാൻ ഷീനയോട് ഒരു കാര്യം പറഞ്ഞു. അത് വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും തന്നെയാണ്. ദേവദാസൻ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് തോന്നുന്നു പറഞ്ഞു നമ്മളൊരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ ഇടപെടണമെന്നുള്ളതും രീതികളും ഒക്കെ വളരെ കൃത്യമായി ദേവദാസൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ ആ വീട്ടിൽ താമസിച്ചതാണെന്ന് പോലും അറിയരുത്. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം പോകാൻ. അതിന് നമ്മൾ വേറെ, നമുക്ക് കർത്താവല്ലാതെ വേറെ ആരെങ്കിലും മാതൃകയില്ലല്ലോ സകലത്തിനും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ ധരിപ്പിച്ചിട്ട വസ്ത്രം അവിടെ ചുരുട്ടി വെച്ചിരുന്നു, മടക്കി വെച്ചിരുന്നു. ഇങ്ങനെ തിരികെ ചുട്ടുമ്പോൾ ചുരുട്ടി വെച്ചേച്ച് പോയെന്നല്ല, ആ അടുക്ക് വൃത്തിയാക്കി വെച്ചിട്ടാ ഉയർത്തിന്നിട്ട് പോകുമ്പോ പോലും. നമ്മളെന്നാ ഒരു സ്വോത്രം പറയാൻ ഇപ്പോഴായിരിക്കും അത് മനസ്സിലായതല്ലേ. ഇത് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നുണ്ട്, പാമ്പ് പടം കൊഴിച്ചിട്ടേക്കും പോലല്ലേ. നമ്മൾ എഴുന്നേറ്റെങ്കിൽ പോകും, ഇതിങ്ങനെ കണക്കാ ചുരുണ്ടുകൂടി. ആരെങ്കിലും കയറി വന്നാൽ ഒരാളുടെ കടപ്പുണ്ടെന്ന് തോന്നിപ്പോകും. അങ്ങനല്ല. സ്തോത്രം. സകലത്തിലും അടുക്കും ചിട്ടയും ദൈവസഭയും വ്യക്തിപരമായ ജീവിതത്തിലും ഈ അടുക്കും ചിട്ടയും ഉണ്ടാകണം. ഒരു ഇസ്രായേലിയ ചെറുക്കൻ വന്നൊരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹ നിശ്ചയത്തിൽ താല്പര്യപ്പെട്ട് പോയി കഴിഞ്ഞാണല്ലോ, പിന്നെ ആ പെൺകൊച്ചിനെ ശ്രദ്ധിക്കണം. കൂടാരം തന്നെയാണ് ഞാൻ പറയുന്നത്. തൽക്കാലം ആ കൂടാരത്തിന്റെ സ്ഥാനത്ത് ഞാൻ മണവാട്ടിയെ കൊണ്ട് നിർത്തുന്നു, അത്രയേ ഉള്ളൂ. മണവാട്ടി അതിന് നിഴലാണല്ലോ. ഒന്നാമത്തെ കാര്യം, ആ പെൺകൊച്ചു പിന്നെ വന്നു കണ്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൊച്ചിന്റെ അമ്മ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അന്നേരം തന്നെ ഒരു മൂടുപടം എടുത്ത് ധരിപ്പിക്കും. ചീപ്പൻകാർ ഇപ്പോഴും അങ്ങനെയാണല്ലോ കൊണ്ടുവരുന്നത്. ആ മൂടുപടം ആ പെൺകൊച്ചിനെ അന്നേ ഇടിയിപ്പിക്കും. പിന്നെ എവിടെ പോയാലും ഈ മൂടുപടം ഇടാതെ ഈ പെൺകൊച്ചിന് പോകാനൊക്കെ. അതെന്താ? ഈ മൂടുപടം കാണുമ്പോഴേ ആളുകൾക്കറിയാം വിവാഹ നിശ്ചയം ചെയ്തതാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ മൂടുപടം. ഇല്ലെങ്കിൽ എവിടെ ഒരു കല്യാണത്തിൽ നമ്മുടെ ബിനോയ്ക്കൊന്ന് ആലോചിച്ചാലോ എന്ന് വരും. മനസ്സിലായോ? കൊച്ചിനെ കൊള്ളാമല്ലോ, നമ്മുടെ ബിനോയ്ക്കൊന്ന്. ഇതിനകത്ത് ബിനോയ് ഇല്ല, ഉണ്ടോ? ഇതിനകത്തില്ലല്ലോ. ഉണ്ടേലെന്നാ സ്തോത്രം. നമ്മുടെ സാമൂഹ്യം ആലോചിച്ചാലോ, ഇല്ലേ? ഇരിക്കട്ടെ, ഉള്ള ആൾക്കാരുടെ പേര് പറയാം. ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? അടുക്കും ചിട്ടയുടെ കാര്യം പറഞ്ഞതാ. അത് മാത്രമല്ല, പിന്നീട് അവിടെ ജീവിതം എല്ലാം വ്യത്യസ്തമാണ്. അതിരാവിലെ എഴുന്നേറ്റ് ഈ എണ്ണ തേച്ച് കുളിക്കണം. മുടിയല്ല ഇങ്ങനെ ഇടംപറവക്കാർ വരുമ്പോൾ ഇട്ടുകൊണ്ട് വരരുത്. മനസ്സിലായോ? ഈ എണ്ണ തേച്ച് കുളിക്കണം. നഖമൊക്കെ വെട്ടി ഒതുക്കി അതിങ്ങനെ തത്തയുടെ ചുണ്ട് പോലെ നീണ്ട്. മണവാട്ടി വരുന്ന വരവാ. അങ്ങനൊന്നും അല്ല. അതിനാ നമ്മളിത് പഠിക്കുന്നത്. ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിക്കാമല്ലോ. മണവാട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നല്ല കളിയായി. അതേ ഉള്ളൂ സകല കാര്യത്തിൽ. പിന്നെ അവിടെ വേഷവിധാനം, സംഭാഷണം എല്ലാം വ്യത്യസ്തമായിരിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ ചെറുക്കൻ ഈ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട ചങ്ങ് പോയില്ലേ,
വീട്ടിൽ ചെന്ന് അപ്പനോട് പറഞ്ഞു എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഉടനെ അപ്പം പറയും എന്നാ വീടിന്റെ പണി തുടങ്ങിക്കോളാൻ, അതിന്റെ മൂല ഞാൻ കയറി ഇരുന്നോളാം എന്നല്ല. കല്യാണത്തിന് ചെറുക്കൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് വീട്ടിൽ വന്ന അപ്പനോട് പറഞ്ഞു, അപ്പം പറയും ഓക്കെ എന്നാ മണവാട്ടിയും കൊണ്ട് താമസിക്കാതെ വീടിന്റെ പണി തുടങ്ങിക്കൂ. ആ ദിവസം മുതൽ തനിക്കും തന്നെ മണവാട്ടിക്ക് താമസിക്കാതെ വീടിന്റെ പണി തുടങ്ങും. സ്തോത്രം. ഈ കൊച്ചന്റെ കയ്യിൽ മാത്രം കാശുണ്ടോ? ഇല്ല. അപ്പൻ ആദ്യം കൊടുക്കും. പിന്നെ വീട്ടിൽ വിരുന്നു വരുന്നവർ പോകുന്നതിന് മുമ്പ് ചോദിക്കും, ഇവിടെ വിവാഹ നിശ്ചയം ചെയ്ത പയ്യന്മാരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് ഇളയമനോട് അല്ലെങ്കിൽ മൂത്തമനോടെന്ന് പറയുമ്പോൾ അവരൊരു സംഭാവന കൊടുത്തേച്ചു പോകും. അങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം ചേർത്ത് വെച്ച് ആ വീടിന്റെ പണി തുടങ്ങുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നോക്ക്, യഹൂദൻ പിള്ളേരെ പഠിപ്പിക്കുന്ന രീതി. നമ്മുടെ കൊച്ചുങ്ങൾ ഒരു 200 രൂപ റീചാർജ് ചെയ്യാൻ തികയില്ല. അണ്ണാണെ വല്ല മുട്ടായി മേടിക്കുന്നൊക്കെ ചെയ്യും. ഇപ്പം മുട്ടായി ഒന്നും മേടിക്കല്ലോ, മുഴുവൻ റീചാർജ് ചെയ്യല്ലേ. യഹൂദൻ ട്രെയിൻ ചെയ്യുന്ന കണ്ടോ? ഉത്തരവാദിത്വ ബോധം ആ ചെറിയ പ്രായത്തിൽ കൊടുത്തു തുടങ്ങുക. അങ്ങനെ നാളുകൾ പലതെടുക്കും വീടിന്റെ പണി തുടങ്ങാൻ. അതാണ് യോഹന്നാൻ 14 പറഞ്ഞത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, അങ്ങോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഇപ്പൊ ക്ലിയർ ആയോ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു ചളിങ്ങിയ സ്വോത്രം. അതൊക്കെ കേൾക്കുമ്പോ ഊര് മുഴുവൻ പിടിച്ച് നല്ലൊരു സ്വോത്രമൊക്കെ പറയണ്ടേ? അതാ ആ വാക്ക് അങ്ങനെ പറഞ്ഞ്. അപ്പന്റെ വാച്ച് വാസലുണ്ടെങ്കിൽ എന്നാ വാ പോവാന്ന് പറഞ്ഞ പോയപ്പോലെ, വീടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വേറെ ഒരുക്കാൻ പോവുക. തീർന്നു കഴിയുമ്പോ ഇതതിന്റെ കാര്യം. അവൻ ആ വീടിന്റെ പണി നടന്നെല്ലാം തീർന്നു കഴിയുമ്പോ അപ്പനോട് പറയും വീടിന്റെ പണി തീർന്നു, എന്നാ പോയി കൂട്ടിക്കൊണ്ട് പോരാൻ പറയാം. സ്തോത്രം. വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട അന്ന് മുതൽ ഈ പെങ്കൊച്ചിന്റെ ഒരുക്കം ചില്ലറയല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പെങ്കൊച്ചറിയാതെ ഈ ചെറുക്കൻ വേറൊരു പണി ചെയ്യും. കാര്യസ്ഥനായ ഒരാളെ ആക്കി വെച്ചിട്ടേ പോരൂ. എന്തിനെന്നറിയാമോ? ഈ പെങ്കൊച്ചിനെ നിരീക്ഷിക്കാൻ എവിടെ പോകുന്നു, ആരുമൊക്കെ ആയിട്ട് ഇടപെടുന്നു, ജീവിതം എങ്ങനെയുണ്ട്, പോക്കും വരവും ജീവിത ശൈലിയും കാലം എങ്ങനെയുണ്ടെന്ന് അറിയാൻ തന്റെ ബന്ധത്തിൽ തന്നെയുള്ള ഒരാളെ വീക്ഷിക്കാൻ വെച്ചിട്ടാണ് ഈ പോരുന്നത്. ഈ കാര്യത്തിന്റെ പ്രശ്നം ഒരു കാരണവശാൽ ഇവിടെ മുമ്പിൽ വരികയോ നേരിട്ട് കാണാൻ നോക്കി നടക്കുകയോ ചെയ്യുകയില്ല. മാറി മാറി നിന്ന് ഈ പെങ്കൊച്ചിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആൾ ഉണ്ടെന്നുള്ള തെളിവൊക്കെ കാര്യസ്ഥൻ കാണിക്കും എന്നുള്ളതല്ല, അത് ഒരു കാരണവശാലും നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുകയോ എന്നെ ആളാണെന്ന് കാര്യസ്ഥൻ അവർക്ക് ബോധ്യപ്പെടുത്തുകയോ ചെയ്യുകയില്ല. മാറി മാറി നിൽക്കുകയുള്ളൂ. വല്ലവും പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? സ്തോത്രം. ഈ കാര്യസ്ഥന് ഒരൊറ്റ ചിന്തയുള്ളൂ, വല്ലവിധന ഈ കല്യാണം നടത്തണം. അതുകൊണ്ട് തന്നെ എന്തറിയാമോ, ചെറിയ ചെറിയ വല്ല മിസ്റ്റേക്കും അതിലൊക്കെ തോന്നിയ കുശുമ്പും പറഞ്ഞിരിക്കുന്ന കണ്ടാലും ഓട്ടെന്ന് പോകും. ഇല്ല, ചിലത് കാര്യത്തിന് സഹിക്കാൻ പറ്റാതെ വന്നാൽ കല്യാണം മുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഈ കാര്യത്തിനങ്ങ് കണ്ണടച്ചു വിടും. പോട്ടെ, വല്ല വിധേനയും കല്യാണം നടക്കട്ടെ എന്ന് വെക്കും. എന്നാൽ ഈ കാര്യസ്ഥനും സഹിക്കാത്ത എന്തെങ്കിലും മിസ്റ്റേക്ക്, കുഴപ്പമോ തെറ്റോ ജീവിതത്തിൽ കണ്ടാൽ കാര്യസ്ഥൻ പറയും അവള് നമുക്ക് പറ്റിയതല്ല, വിട്ടേക്കാൻ പറയും. കല്യാണം നടക്കുകയല്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ വല്ലവും പിടികിട്ടിയോ? അതാ പറഞ്ഞത്. ഒരുകാര്യപ്പെട്ട ആരോടൊക്കെ പാപം ചെയ്താലൊക്കെ കണ്ണടച്ചും ക്ഷമിച്ചും വിടും. പക്ഷേ പരിശുദ്ധാത്മാവിന് വിരോധമുള്ള പാപം ക്ഷമിക്കില്ലെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നോ പറഞ്ഞാൽ തീർന്നു. പിന്നെ കല്യാണം നടക്കുകയല്ല. അങ്ങനെയാണ് ഈ പെങ്കൊച്ചന്റെ ജീവിതത്തിൽ എന്തുമാത്രം ക്രമീകരണം ഉണ്ടാകാം. എപ്പൊ നോക്കിയാലും മൊബൈലിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറ്റുമോ? ഞാൻ അതും കൂടി പറഞ്ഞില്ലേ, ഒരുത്തൻ സംസാരിച്ച് മതിന്റെ അരികെ പോയി നിന്ന് വർത്താനം പറഞ്ഞോണ്ടല്ലോ, ആ അപ്പുറത്തെ വീട്ടുകാർ ഒരു പുതിയ ചെടി എങ്ങാണ്ടൊന്ന് മേടിച്ചുകൊണ്ട് വന്ന് 2500 രൂപ മുടക്കിക്കൊണ്ട് നാട്ടതാ. ഇത്രയും പൊക്കമുണ്ട്. ഇവന് ഈ മറ്റേ ആളോട് വർത്താനം പറഞ്ഞിടയ്ക്ക് ഒരല്ലേ ഒടിക്കും. അതിനിടയ്ക്ക് ആ വർത്താനത്തിനിടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കും, അതിന്റെ മുനയെല്ലാം ഒടിച്ചോണ്ടല്ലോ. സംസാരം തീർന്നപ്പോഴത്തേക്ക് ഞാൻ ചെടിയുടെ ചൂട് മാത്രം, ബാക്കി മുഴുവൻ ഒടിച്ച് കളഞ്ഞു. ആ വീട്ടുകാർ കാണാൻ ഞാൻ ഭാഗ്യം, അല്ല അവനവിടെ കുറ്റിട്ട്. ഞാൻ എന്തിനാ പറഞ്ഞതറിയാമോ? നമ്മെ ഇങ്ങനെ വീക്ഷിക്കുന്ന ഒരാൾ നമ്മുടെ മേൽ ഉണ്ടെന്നൊരു ബോധം വേണം.
മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സംഭാഷണങ്ങളും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യസ് നമുക്ക് മീതെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടായേ പറ്റൂ. കർത്താവിന്റെ ജീവിതം മുഴുവൻ നോക്കുക, എത്ര നീറ്റ് ആൻഡ് ക്ലീൻ, എത്ര വെൽ ഡിസിപ്ലിൻ ഉള്ള ലൈഫായിരുന്നു അറിയാമോ? ഇത്രയ്ക്ക് അതാ ഞാൻ പറഞ്ഞ, ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ പോലും ചുറ്റിയിരുന്ന തുണിയും കൂടെ മടക്കി ക്ലീൻ ആക്കി വെച്ചിട്ടാ പോയത്. സ്തോത്രം. അപ്പോഴേ നമ്മൾ ഈ വിഷയം പഠിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ജീവിതത്തിൽ അടുക്കും ചിട്ട ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചിന്തിക്കുന്ന അടുക്കും ചിട്ടയൊക്കെ അതൊന്നും വേണമെന്ന് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല ഭാഷ. നമ്മുടെ ചുറ്റുപാടൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ, ചുറ്റുപാട് അത് മതിയെന്നേ. ചുറ്റുപാട് ഈ ഉള്ളത് മതി. ആ ഉള്ളതിനകത്ത് എത്രത്തോളം ഡിസിപ്ലിൻ ആകുന്നു എന്നുള്ളതാണ് വിഷയം. ഞാൻ മടങ്ങി വരിക. കഴിഞ്ഞ പകലിൽ ഞാൻ പറഞ്ഞല്ലോ, നല്ല മനസ്സോടെ കൊണ്ട് കൊടുത്ത ആളുകളുടെ പക്കൽ നിന്നും ദാനധർമ്മങ്ങൾ വാങ്ങിച്ചാണ് ഇതിന്റെ പണികളെല്ലാം നടത്തിയത്. നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പിരിച്ച പഞ്ഞിനൂല്, തഹശൂല് വരെ കൊണ്ട് കൊടുത്തു. തഹശൂല് നിങ്ങൾ കണ്ടോ? ഇല്ല. ഈ ഇപ്പുറത്തെ ഫ്ലെക്സ് നിങ്ങൾ കണ്ടോ? ഇതാണ് ഏറ്റവും പുറമേ ഉള്ള മൂടുശീല. ഈ കാണുന്നത് കണ്ടോ? ഏറ്റവും പുറമേ ഉള്ള മൂടുശീല അതല്ല, അതിന്റെ അടി പലതുണ്ട്. അതിന്റെ ഫ്ലെക്സ് വേറെ ഉണ്ട്, അത് പിന്നെ ഞാൻ കാണിച്ചോളാം, പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാം. ഇത് ഏറ്റവും പുറമേ ഉള്ള മൂടുശീല തകശുകോല് കൊണ്ട്, ബാഡ് യുവർ സ്കിൻ എന്നാ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷിൽ. ആ നോക്കിയിട്ട് വല്ല സൗന്ദര്യമുണ്ട്. ഇത് കണ്ടാൽ ഒരു അട്രാക്ഷനും ഇല്ല. അതിന്റെ അടിയിലുള്ള മൂടുശീലകൾ എത്ര ഭംഗിയെന്നറിയാമോ? അതിന്റെ ഫ്ലെക്സ് വേറെ ഉണ്ട്, അത് കാണുന്നൊക്കെ അത് വളരെ അട്രാക്ഷൻ. പക്ഷെ ഏറ്റവും പുറമേയുള്ള മൂടുശീല കണ്ടാൽ ഒരാകർഷണവും ഇല്ല. നമ്മുടെ കർത്താവ് അങ്ങനെ തന്നെ, ആർക്കും കണ്ടാൽ ഒരു ആചാര്യപ്പണി ചെയ്ത് നടന്നുണ്ട്. സ്തോത്രം. പുള്ളിയെ കണ്ട ഒരു പ്രത്യേകതയൊന്നും പറയാനായിട്ടില്ല. പലരും പറഞ്ഞു ഞങ്ങളുടെ പിള്ളേ ബെഞ്ച് പണിയാനും മേശ പണിയാനൊക്കെ വന്ന ഞങ്ങൾക്കറിയാം, അത്രയേ ഉള്ളൂ. കണ്ടാൽ ഒരു ആകർഷണവും ഇല്ലായിരുന്നു. സ്തോത്രം. ആ തകശുതോല് കൊണ്ടാണ് ഏറ്റവും പുറമേയുള്ള മൂടുശീല. ഞാനൊരു രണ്ട് കാര്യം അവിടെ ഒന്ന് പറഞ്ഞു ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരാമേ. ഇവിടെ ഈ 100 മുഴം നീളത്തിൽ 50 മുഴം വീതിയിൽ 5 മുഴം ഉയരത്തിലാണല്ലോ ഈ വെള്ളം മറശീല. പകൽ ഞാൻ പറഞ്ഞു ഇതിന്റെ ഹൈറ്റ് 5 മുഴം എന്ന് പറഞ്ഞാൽ 7.5 അടി പൊക്കം. മനസ്സിലായല്ലോ? 1 അടി 1.5 മുഴമാണ്. സോറി, 1 മുഴം 1.5 അടിയാണ്. അപ്പം 5 മുഴം എന്ന് പറയുമ്പോൾ 7.5 അടി ഹൈറ്റ് ഉണ്ട്. ഞാൻ പകൽ ഓർപ്പിച്ചു, ഇവിടെ ആരും 7.5 അടി ഹൈറ്റ് ഉള്ളവരില്ല. 5.25 മാക്സിമം പോയാൽ 6 അടി വരെയുള്ളൂ, അതിന് അപ്പുറത്തോട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി ഒന്നും കാണാനൊക്കെ എന്തെങ്കിലും കാണുന്നുണ്ട്, അകത്ത് കയറുക നിർവാഹവും. അല്ലാത്ത പ്ലാനും പറഞ്ഞു പുറമെ കൂടെ നടക്കൂ. ചോറിനച്ച് പോയാൽ മതി പറഞ്ഞ് മിച്ചമ്പഴി നടന്ന പോലെ എന്തേച്ച് പോയാൽ മതി ഞാൻ വീട്ടിൽ കയറണ്ടേ, ചൂല് കൊടുത്തോണ്ട് മുറ്റമ്പഴി നടക്കാം. എന്തേച്ച് പോയാൽ ഓനെ പൊക്കോട്ടെന്ന് ഓർക്കല്ലേ, കൊടുക്കാനൊന്നും അല്ലോ, പറഞ്ഞെന്നു വായി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പുറമേ നടന്ന ഇതിന്റെ ഒരെത്തും പിടിയും കിട്ടുകയല്ല. അകത്ത് കയറുമ്പോൾ മാത്രമേ ഞാൻ മനോഹാരിത അറിയാൻ പറ്റൂ. കൃപയാൽ ഇതിനകത്ത് കയറാൻ ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയറ്റുകയാണ്. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, ഈ വെള്ള മറശീല ഇവിടെ താഴെയാണെങ്കിലും നന്നായിട്ട് കാണാം. ഈ ഫ്ലെക്സിനകത്തും കാണാം ഈ വെള്ള മറശീല. 60 തൂണ് നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ തെക്കും വടക്കും 20 തൂണുകൾ വീതം അതിങ്ങനെ താമ്ര ചൂടുമേൽ നിർത്തിയേക്കാണ്. താമ്ര ചൂടിന്മേൽ നിങ്ങൾ നോക്കി, ഒറ്റൊരെണ്ണം പോലും കുഴിച്ചിട്ടിട്ടില്ലല്ലോ. മനസ്സിലായോ? കുഴിച്ചിട്ടിട്ടില്ല, താമ്ര ചൂടിന്മേൽ നിൽക്കുക. ഭൂമിയിലാണേലും ഭൂമിയാട്ടി ഈ തൂണിന് ഒരു ബന്ധവും ഇല്ല. മനസ്സിലായില്ലല്ലേ? ഭൂമിയാട്ടി യാതൊരു പറ്റുമാനമില്ലാതെ ബുഷൻ നിൽക്കുക. അതിന്റെ പേരാണ് ഈ വേർപാട്. ഞാൻ അങ്ങോട്ട് വരുന്നു. സ്തോത്രം. നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകക്കാരല്ല. ലോകത്തിന്റെ ഒരിടപാടും നമ്മളെ പറ്റിപ്പിടിക്കരുത്. അതിന് നെഞ്ചു വീഴ്ച തന്റെ ഇടത്തോടെ ഒരു ഭക്തൻ പറഞ്ഞ് തന്റെ ഇടം കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ. ആരാന്നറിയാമോ? കർത്താവല്ല, നമുക്കറിയാം. ഇയ്യോബ് എന്ന ഭക്തനാ പറഞ്ഞത്.
യോ പറയാ, നഗ്നനായി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു, നഗ്നനായിട്ട് തന്നെ ഞാൻ മടങ്ങിപ്പോകും. എന്താ അതിന്റെ അർത്ഥം? ഞാൻ വന്നപ്പോ ഇവിടെ അയ്യപ്പാസുകാരില്ലാഞ്ഞ കാരണം ഉടുപ്പൊന്നും കിട്ടിയില്ല, ഞാൻ ജാകുമ്പോഴും അങ്ങനെ തന്നെ പോവാന്നാണോ? അല്ല, നമ്മൾ നഗ്നതെന്ന് പറഞ്ഞ ഉടനെ അങ്ങനെ ചിന്തിക്കുന്നു. അർത്ഥം അതല്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ലോകത്തിൻ്റെതൊന്നും എന്നിൽ പറ്റിപ്പിടിച്ചിട്ടില്ല. തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാ. തൻ്റെ കൊണ്ട് ചൂണ്ടിക്കാണിക്കാനാ പറഞ്ഞു. അതാ, ചുമ്മാതാണോ പറഞ്ഞ? അവനെ പോലെ ഭക്തൻ വേറെ ഇല്ലെന്ന്. പിന്നെ കണ്ടോ, അതുകൊണ്ടാണ് ഭൂമിന്ന് കേട്ടാൽ ദൈവത്തിന് വിഷയം തന്റെ ഭക്തനാ. പിശാച് പറഞ്ഞു, ഞാൻ ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരി. ഭൂമിയോ? ഭൂമി എന്ന് പറഞ്ഞു പുറമേ തന്റെ ഭക്തന്റെ കാര്യം. കണ്ട 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 എല്ലാം മനസ്സിലായോ? പിശാച് ഭൂമി എന്ന് പറഞ്ഞ അവിടെയുള്ള ഭക്തന്റെ കാര്യം ദൈവം ചിന്തിക്കുന്നേ. കാരണം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ലൈഫ്, ആർക്കും ഒരു കുറ്റം ചൂണ്ടിക്കാണിക്കാൻ പറ്റാതെ വണ്ണം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ. ഈ 60 തൂണിൽ ഒരെണ്ണം പോലും ഭൂമിയായിട്ട് ഒരു ബന്ധവും ഇല്ല. ഈ താമ്ര ചുവരുമേ നിൽക്കുക. സ്തോത്രം. അതുകൊണ്ട് ആ മേഘം പോകുന്ന വെച്ച് ഇതെല്ലാം പൊങ്ങാൻ നോക്കുന്നത്. ഇത് 10 വർഷമായിട്ട് കുഴിച്ചങ്ങ് ഇട്ടേക്കില്ല. പിന്നെ അല്ല, മേഘം പൊങ്ങിയിട്ട് നാളെ എത്ര ഇന്ന് ഊരിക്കൊണ്ട് പോകണ്ടേ? അതാണ് അതിന്റെ വിഷയം. ഞാൻ ആ പ്രാകാരം തന്നെ പ്രത്യേകം എടുക്കുന്നു. അപ്പൊ ഞാൻ പറയാം. അപ്പൊ ഏറെക്കുറെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ഉണ്ട്, പറയാം. ഈ വെള്ള മറശ്ശീല നോക്കിക്കേ. ഈ വെള്ള മറശ്ശീലയുടെ പ്രത്യേകത, ഇതിങ്ങനെ കിടക്കുന്നത് പോലെയല്ലേ അത് കാണുന്നത്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് നെയ്തെടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ കോർണർ വരുമ്പോൾ അത് വെട്ടിയിട്ട് പിന്നെ ജോയിൻ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഇതും വേണ്ടി വരും. വെച്ചോ, മോശകടയിലുള്ളവർ എന്തേലും ഇരിക്കട്ടെ, ചൂണ്ടിക്കാണിക്കാനായിട്ട്. ലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ. അപ്പൊ ശ്രദ്ധിക്കേ, ഈ വെള്ള മറശ്ശീല ഏതായാലും കൊണ്ടുവന്നല്ലേ, ഞാൻ എടുത്തില്ലെന്ന് വേണ്ട. ഇതുകൊണ്ട് ഈ വെള്ള മറശ്ശീല, ഇതിനൊരു പ്രശ്നം, നെയ്തെടുത്തതാണ്. ഈ കോർണർ വരെ ഒന്ന് വെട്ടി, അപ്പുറത്തെ ഒരു പീസ്, ഇതൊരു പീസ്, ഇതൊരു പീസ്, 4 കൂടെ മെഷീനെ വെച്ചങ്ങ് അടിച്ചു വലിച്ചു കെട്ടിയതല്ല, നെയ്തെടുത്തിരിക്കുക. ഒറ്റ ത്രെഡിന് നെയ്ത് പോയേക്കുക. വല്ലതും മനസ്സിലായോ? ഇതാ ഞാൻ പകലും പറഞ്ഞ, തമ്പുരാന്റെ പണിക്കകത്ത് ഏച്ചു കെട്ടുന്ന പണി ഇല്ല. അത് പഴയതും പുതിയതുമായിട്ടാണേലും ശരി, എങ്ങനാണേലും ഏച്ചു കെട്ടുള്ളൊരു പണി ദൈവത്തിനില്ല. കൂട്ടുചേർത്തുള്ള പണി ദൈവത്തിനില്ല. ഒരു പ്രശ്നം, എവിടെ നോക്കിയാലും ഈ വെള്ള നിറമാണ് എടുത്ത് കാണുന്നത്. ദൈവിക വിശുദ്ധി ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രാകാരം മതിൽ ഇങ്ങനെ നിൽക്കുന്നത്. എവിടെ നോക്കിയാലും ഈ വെള്ള മതിൽ കാണാം. അത്ര ഹൈറ്റിലല്ലേ? ആര് നോക്കിയാലും ഈ വിശുദ്ധിയാണ് ഇങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ വെള്ളി വീശി നിൽക്കുക. ദൈവത്തിന്റെ വിശുദ്ധി, നീതീകരണം ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാ. നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളവസ്ത്രം ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുകയല്ലേ. ഞാനൊരു കാര്യം പറയാനാണ്, ഇത്രയും വലിയ ഈ വെള്ളം മറശ്ശീല ഇവരെവിടുന്ന് മേടിച്ചു? അയ്യപ്പാസിൽ നിന്നാണോ അതോ പുളിമുട്ടിൽ നിന്നാണോ? ജോയാലിക്കാസ് അല്ല, പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടിവർ നെയ്തെടുത്തതാ. അടുത്ത കാര്യം, ഈ പിരിച്ച പഞ്ഞിനൂൽ ഇവര് കൊണ്ട് കൊടുത്ത ഗിഫ്റ്റ് ആണല്ലോ, അല്ലേ? ഇവർക്ക് എന്തിനാ ഈ പഞ്ഞിനൂലെല്ലാം കൂടെ? അണ്ണാൻ കൂടെ ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുവച്ചതാണ്. അവിടെ കുറച്ച് നൂല് കിട്ടി, ഏതായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചതാണ്. അല്ല, ഇവരെ ഈ നൂലെല്ലാം മിസ്രൈമിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ശേഖരിച്ചത് 40 വർഷത്തെ യാത്രയില്ലേ. ഈ വഴിമതി ഇവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും പുതപ്പും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൂലെല്ലാം ശേഖരിച്ചു വെച്ചത്. പക്ഷെ ഒറ്റ ഉടുപ്പ് പോലും ഉണ്ടാക്കാൻ ഒത്തില്ല. മോശ അനൗൺസ് ചെയ്തു, ആലയ നിർമ്മാണത്തിന് ദാനധർമ്മങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ സഹോദരിമാരുടെ കയ്യിൽ ഈ നൂലെല്ലാം ഉണ്ടായിരുന്ന എല്ലാം ദൈവസേനയ്ക്ക് കൊണ്ടു കൊടുത്തു. എന്തുണ്ടാക്കാൻ വെച്ചതാ?
ഉടുപ്പും പുതപ്പും ഒക്കെ ഉണ്ടാക്കാൻ വെച്ച നൂലുകൊണ്ട് യഹോവയുടെ ആലയത്തിന്റെ നിർമ്മാണത്തിന് കൊണ്ട് കൊടുത്തു. അതും തമ്പുരാൻ കണ്ടിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ ഏറ്റം. ഉടുപ്പുണ്ടാക്കാൻ വെച്ചിരുന്ന നൂലെടുത്ത് ദൈവസേനയെ കൊണ്ട് കൊടുത്തത് കൊണ്ട് തമ്പുരാൻ പറഞ്ഞു, മക്കളെ പേടിക്കണ്ട, ഉടുപ്പിന്റെ കാര്യം ഞാൻ ഏറ്റു. കനാൻ നാളിൽ എത്തുന്നത് വരെ ഒരെണ്ണത്തിന്റെ ഉടുപ്പ് പഴകിയില്ല, പിച്ചി ചീന്തി പോയില്ല, നിറം മങ്ങിയില്ല. അതങ്ങനെ തന്നെ ഇരുന്നു. കാരണം എന്തെന്നറിയാമോ? ഉടുപ്പുണ്ടാക്കാൻ വെച്ചിരുന്നാണ് കൊണ്ട ദേഹോടെ ആരത്തി കൊണ്ട കൊടുത്തത്. നമ്മൾ പറഞ്ഞ അയ്യോ ഇത് കൊടുത്തേച്ച് വരും, നമ്മൾ അല്ല ചെയ്യാനായിട്ടാ. കാറ്റും മഴയും വരുമ്പോ അങ്ങ് നോക്കിക്കൊണ്ടിരുന്ന കാര്യം നടക്കുമോ? നമ്മൾ കൊടുക്കണം വേണ്ടെന്നൊന്നും അല്ലല്ലോ ഈ പറയുന്നേ. നമ്മൾ തീരെ ബുദ്ധി കുഞ്ഞുങ്ങളാകാവും. പുസ്തകത്തിന്റെ വാക്യം കൂട്ടുപിടിച്ചോണ്ട ചെയ്യണം. നമ്മുടെ കാര്യം കൂടെ നോക്കിയിട്ട് വേണ്ടേ? അവനവന്റെ കൈ അവനവന്റെ തലക്കിൽ ഇരിക്കണ്ടേ? എവിടുന്ന് കിട്ടിയതാണോ സ്വോത്രം? ആ തലക്കെ വെച്ചോണ്ടിരുന്നു. ഇസ്രായേൽ മക്കൾ ചെയ്ത് കണ്ടോ? ഇതൊന്നും അവര് നോക്കിയില്ല. ഉടുപ്പുണ്ടാക്കാൻ ശേഖരിച്ചു വെച്ചിരുന്ന നൂലെല്ലാം അങ്ങോട്ട് കൊണ്ടു കൊടുത്ത് ആണ്ടെ മതിലും പണിതു. വാതിൽമറ നിങ്ങൾ കണ്ടോ? നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, വിരിച്ച പഞ്ഞിനൂൽ, അത്ര നൂൽ കൊണ്ടാണ് ആ ഡോർ. നമുക്ക് പിന്നെ പഠിക്കാം. ഒറ്റ വാതിലേ ഉള്ളൂ. ശ്രദ്ധിച്ചായിരുന്നോ? ഈ കിഴക്ക് വശത്ത് ഒറ്റ വാതിൽ. പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് ഈ മൂലവഴ കയറി വരാണ്ടൊരു ഷോർട്ട് കട്ട് അവിടെ ഇല്ല. സ്വോത്രം, ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാൻ എളുപ്പമുണ്ടല്ലോ. ഞാൻ പിന്നെ അങ്ങോട്ട് വരാമേ. ഞാൻ ഈ കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ ഈ കൊടുത്ത നൂലുകൊണ്ടാണ് ഈ വെള്ളം മറശ്ശീല ഉണ്ടാക്കിയത്. അതോടെ ദൈവം പറഞ്ഞു, എന്റെ ആലയത്തെ നിർമ്മാണത്തിന് വേണ്ടി ഉടുപ്പും പുതപ്പും ഒക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് നൂലുകൊണ്ട് തന്നതുകൊണ്ട് ഉടുപ്പിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അത് ഞാൻ ഏറ്റു. ഒരെണ്ണത്തിന്റെ ഉടുപ്പ് പഴകില്ല. ഈ തകശുതോൽ ഇവർ കൊണ്ട് കൊടുത്തു. അതുകൊണ്ടാണല്ലോ അവരാ ഏറ്റവും പുറമെയുള്ള മൂടുശീല ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, ഇവരെന്തിനാ ഈ തകശുതോലൊക്കെ ശേഖരിച്ചേ? സ്വോത്രം. വീട്ടിൽ വെച്ച് പറഞ്ഞു അതുകൊണ്ട് ഓർക്കുന്നുണ്ട് കൊച്ചമ്മ. നോക്കിക്കേ, ചെരുപ്പുണ്ടാക്കാൻ മിസ്രൈമിന്ന് ശേഖരിച്ചതാണ് ഏത്? തകശുതോൽ. ആലയത്തിന്റെ നിർമ്മാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചെരുപ്പുണ്ടാക്കാൻ മാറ്റി വെച്ചിരുന്ന തോല് കൊണ്ട് യഹോവയുടെ ആലയത്തിൽ കൊടുത്തു. മോശയോട് പറഞ്ഞു മേടിച്ചോളാൻ. തമ്പുരാൻ പറഞ്ഞു ചെരുപ്പിന്റെ കാര്യവും ഞാൻ ഏറ്റു. 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ട് ഒരെണ്ണത്തിന്റെ ചെരുപ്പ് തേഞ്ഞില്ല. അയ്യടാ, അതിന് പറഞ്ഞ സ്വോത്രം അതല്ലേ? നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞതായിരിക്കും, അതുകൊണ്ടായിരിക്കും മിണ്ടാഞ്ഞ. ഞാൻ ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞു. നമ്മുടെ ചെരുപ്പ് ഇങ്ങനെ പൂണ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചപ്പോ. ഞാൻ ആ ചെരുപ്പിന്റെ കാര്യമല്ല. കണ്ടോ, ചെരുപ്പുണ്ടാക്കാൻ പറ്റുന്ന തോലെല്ലാം കൂടെ ആലയ നിർമ്മാണത്തിന് കൊടുത്തത് കൊണ്ട് ചെരുപ്പിന്റെ കാര്യം ദൈവം അങ്ങ് ഏറ്റെടുത്തു. സ്വോത്രം. അങ്ങ് ചെല്ലുന്നത് വരെ ഒരെണ്ണത്തിന് ചെരുപ്പ് തേഞ്ഞില്ല, പഴകിയില്ല, പള്ളിയും പൊട്ടിയില്ല, കൊളുത്തും പോയില്ല. ഇതാണ് നല്ല മനസ്സോടെ ദൈവത്തിന് കൊടുത്താൽ ഉണ്ടാകുന്ന ഗുണം. ഞാനൊരു കാര്യം പറയാം. തലമുറയെ ദൈവത്തിനൊന്ന് കൊടുത്തു നോക്കിക്കേ, ദൈവം നോക്കുവോ ഇല്ലയോ? 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. കണ്ടോ? ഒത്തില്ലേ? സ്തോത്രം. നമുക്ക് ദൃഷ്ടാന്തത്തിനായി തന്നിരിക്കുന്നതേ ഇതിനകത്തൊന്ന് വേണം ഗുണപാഠങ്ങൾ പഠിക്കാൻ. സ്തോത്രം. ചെല്ലു പറഞ്ഞത് പഴയ നിയമത്തിലല്ലേ, നമുക്കുള്ളതല്ലെന്ന്. എന്നാ വെളിവും പോകുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കണ്ടേ? ഞങ്ങൾ പുതിയ നിയമത്തിന്റെ ആൾ എന്ന് ആര് പറഞ്ഞു? അങ്ങനെ പഴയ നിയമം പിന്നെ ഒരു വേർതിരിവില്ലല്ലോ. പഴയ ഉടമ്പടിയും പുതുക്കിയ ഉടമ്പടിയേ ഉള്ളൂ. സ്തോത്രം. ദയവായി നിങ്ങൾ രണ്ടാറ്റ് വേർതിരിക്കരുത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി 2 സെക്ഷനായിട്ട് നടുക്കൊരു വെറുതെ ഒരു ബ്ലാങ്ക് പേപ്പർ ഒട്ടിക്ക് തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പഠന സഹായത്തിന് 2 2 2 1 മനസ്സിലാകുന്നുണ്ടോ? വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തു പഴയ യേശുക്രിസ്തു പുതിയ യേശുക്രിസ്തു ഉണ്ടോ? ഇല്ലല്ലോ.
ആ എന്നാ പിന്നെ ഇതിനകത്ത് എങ്ങനെ വേർതിരിവ് വന്നേ? അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, പുസ്തകത്തിന്റെ കാര്യമല്ല, വിഷയത്തിന്റെ കാര്യമാണ്. പുറപ്പാട് പുസ്തകം 25 അധ്യായം മുതൽ എടുക്കണ്ട, ഞാൻ പറഞ്ഞു കേട്ടെ. 40 അധ്യായം വരെയുള്ള 16 അധ്യായങ്ങളിൽ സമാഗമന കൂടാരം ഒരൊറ്റ വിഷയം മാത്രം കൈകാര്യം ചെയ്യും. കണ്ടിന്യൂസ് ആയി ഒരേ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്ന ഈ ഒരു സബ്ജക്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് പുസ്തകത്തിൽ കാണിക്കാവോ? ഒറ്റ ടോപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ അത്രയ്ക്ക് പ്രാധാന്യമാണ് ഈ സംഗതി. സോദർ അന്നേരം ചോദിക്കാം, കുറ്റിയും കൊളുത്തുമൊക്കെ പഠിച്ചിട്ട് എന്തോ കാണിക്കാനാ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറ്റിയും പറിച്ച് നടക്കുന്ന ഇതിന്റെ ആവശ്യമില്ലെന്ന്. പിന്നല്ല, ആ ചോദ്യം വന്നപ്പോഴേ ഓർത്തണം ഇവൻ കുറ്റിയും പറിച്ച് നടക്കുന്ന പലയിടത്തും കുറ്റിയെ തട്ടി വീണിട്ടുണ്ടെന്ന് ഓർത്തോണം. സോദരൻ അത്രയൊക്കെ മതി. ഇവിടെ ആ കാര്യം നടക്കൽ, ഇവിടെ മുഴുവനും ജീവിതത്തിനും ക്രമീകരണത്തിനും മാത്രമാണ് ഇമ്പോർട്ടൻസ്. കണ്ടോ, നല്ല മനസ്സോടെ കൊണ്ട് കൊടുത്തത് കൊണ്ട് ദൈവം അങ്ങ് ആദരിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, മക്കൾ യഹോവ നൽകുന്ന അനുഗ്രഹം ഉദരബലവും അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ഞാൻ ഒരു കാര്യം തീർത്തു പറയട്ടെ, നമ്മുടെ തലമുറയെല്ലാം നല്ല മനസ്സോടെ ദൈവത്തിന് കൊടുത്തേക്കണം. അതിനകത്ത് നാളെ പോലെ ദൈവത്തിന് നേർന്നതാന്ന് പറഞ്ഞ് നാളെ പോലെ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. അതല്ല ഞാൻ പറഞ്ഞു. നിങ്ങളെ തന്നെ ദൈവത്തിന് തലമുറയ്ക്കൊന്ന് കൊടുത്തു നോക്ക്, ദൈവം അവരുടെ കാര്യം കൈകാര്യം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ദൈവത്തിന് കൊടുത്താൽ നമ്മൾ എന്ത് ഫ്രീ ആയി? നമുക്ക് ഫ്രീ ആകണമെന്ന് ആഗ്രഹമില്ല. എല്ലാം നമ്മൾ തന്നെ ചുവന്നോട് നടക്കുക. കർത്താവ് പറഞ്ഞ എല്ലാ ഭാരം എന്റെ മേൽ ചൂടുക. നമ്മൾ എന്ത് ചെയ്താ ഇടുകയല്ല എന്നുവെച്ച് പറയാ, ഭാരവും പ്രയാസങ്ങൾ കൊണ്ട് ഞാൻ എങ്ങനെ തളർന്നിരിക്കുന്നു. ഭാരം ദുഃഖം ഏറിയപ്പോൾ മനം കൊണ്ട് കലങ്ങിയപ്പോൾ എന്തിന് ചുമക്കാന്ന് ഒരുത്തം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്താ കൊടുക്കുകയില്ല. ഞാൻ പുലർത്തിക്കൊള്ളാം, ഞാൻ ചുമന്നോളാം എന്നെല്ലാം എത്രയോ നാളായിട്ട് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ചുമന്നോളാം, ഈ ഭാരവും വഹിച്ചോണ്ട് നടക്കുക. കർത്താവ് പറഞ്ഞു എന്റെ തന്നിട്ട് നീ ഫ്രീ ആയിക്കൂ. അതെന്ത് ചെയ്താ ചെയ്യേ? സ്വോത്രം. പണ്ട് അതിരിങ്കിൽ അച്ചാൻ കാണിച്ചതുപോലെ ഏക്കർ കണക്കിന് വാഴത്തോട്ടവും കൃഷിയൊക്കെ ഉണ്ട്. അപ്പം ഈ പന്നി വന്ന് കളയാതെയും കള്ളന്മാർ വന്ന് മോട്ടിച്ചോണ്ട് പോയിരിക്കാനൊക്കെ അവിടെ പ്രത്യേക കുടില് കെട്ടി കിടക്കുക. പുള്ളി പ്രാർത്ഥിച്ചു, കർത്താവേ ഈ കണ്ട വാഴക്കൊലയെല്ലാം നഷ്ടപ്പെട്ടു പോകരുത്, ഞാൻ അധ്വാനിച്ചതാണ്. അങ്ങയുടെ സാന്നിധ്യം കാവലും വേണം, ദൂതന്മാരെയൊക്കെ കാവലാക്കണം, അടിയാൻ ഇവിടെ ഉണ്ട്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പുള്ളി ഇങ്ങനെ ആരും കാണാതെ ചെറിയൊരു വെട്ട മുറിക്കകത്ത് മാത്രം വെച്ച് വെളിയിലോട്ട് നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു, അല്ല നമ്മൾ രണ്ടുപേരോട് എന്തിനാ ഈ ഉറങ്ങാതിരിക്കുന്നത്? ശരിയല്ലേ? നമ്മൾ രണ്ടുപേരോട് ഉറങ്ങാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഏതായാലും നീ നോക്കാനുണ്ട്, ഞാൻ ഉറങ്ങുകയാണ്. നമ്മള് എല്ലാം ഏൽപ്പിച്ച് ദൂതനം കാവലാക്കി വെച്ചുണ്ടല്ലോ, 3 ടോർച്ച് വാട്ടായിരിക്കുന്നേ എന്ന് പറഞ്ഞാൽ താഴെ നാട്ടിലുള്ള നല്ല ടോർച്ചും ദുബായിന്ന് കൊണ്ടുവന്ന മറ്റേ ടോർച്ചുണ്ടല്ലോ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു അനക്കൻ ഗമ്പിൾ അടിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എല്ലാം രക്തത്താജയും ഗ്ലോറി കർത്താവിനെ സഹായിക്കണമേ, പന്നിയാണേലും ഒറ്റയാനായിട്ട് വരരുതേ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ ഇടപാട് എല്ലാം ഏൽപ്പിച്ചു, റിമോട്ട് നമ്മുടെ കയ്യിൽ തന്നെ. ക്ലിയർ ആയോ? ഇതാ നമുക്ക് സ്വസ്ഥത ഇല്ലാത്തതിന്റെ കാരണം. അല്ല ഞാൻ ചോദിക്കട്ടെ, നാളെയെ കുറിച്ച് ആശങ്കയില്ലാത്തവന് വല്ല കാര്യം ഓർത്ത് ബോധർ ചെയ്യണം? മനസ്സിലായില്ല? നമ്മൾ നാളെയല്ലേ, എത്ര നാളത്തെ കൂട്ടിലാട്ടായിരിക്കുന്നത്, പിന്നല്ല നാളത്തെ കാര്യം. ഇത് ഞാൻ പറഞ്ഞല്ല, പൗലൂസ് പറഞ്ഞ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മ പട്ടണം തോറും സാക്ഷ്യം പറഞ്ഞല്ല. ഞാനതൊന്നും അറിയുന്നില്ല. ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഞാനതൊന്നും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എങ്കിൽ ഞാൻ എന്റെ പ്രാണനെ വിലയേറായി എണ്ണുന്നില്ലല്ലോ. ഞാൻ എന്റെ പ്രാണനെ വിലയേറായിട്ട് എണ്ണുന്നില്ല, പിന്നെ ബന്ധനം ഘട്ടങ്ങളും കാത്തിരിക്കുകയാണെങ്കിൽ എനിക്കെന്നെ. മനസ്സിലായില്ലേ? പൗലോസ് പറഞ്ഞല്ലേ, ഞാൻ പ്രാണനെ വിലയേറിട്ടെണ്ണുന്നില്ല. അപ്പൊ പിന്നെ ബന്ധന ഘട്ട അവിടെ ഇരിക്കട്ടെ, നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യുന്നത് എന്ന് ഞാനല്ല, പൗലൂസാ പറഞ്ഞു. പൗലൂസിനോട് ചേർന്ന ഞാനും മൈക്കിനകത്ത് ഉറക്കം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം.
പ്രാണനെ വിലയേറിയായിട്ട് എണ്ണാത്തവന്, നാളെയെക്കുറിച്ച് ആശങ്കയില്ലാത്തവന് ഇത് വല്ലതും വിഷയമാണോ? നമുക്ക് നാളെക്കുറിച്ച് ആശങ്ക ഉള്ളതുകൊണ്ടാണല്ലോ ദേവദാസനെ പ്രാർത്ഥിച്ചേച്ച് വല്ല ദൂതും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ദൈവത്തിൻ്റെ ദൂതും പറയാനുണ്ടെങ്കിൽ തമ്പുരാൻ ആളെ വിട്ട് പറയിപ്പിച്ചോളുകയല്ലേ. നമ്മളിത് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണം. ഈ പ്രാർത്ഥിക്കുന്ന ഉപദേശിക്കും കുഴഞ്ഞു. പ്രാർത്ഥിച്ച് എന്തെങ്കിലും പറഞ്ഞില്ലേ പുള്ളിക്ക് കൃപയില്ലെന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇന്നാൾ ഒരുത്തം പറഞ്ഞ് ഗുമ്മിന് ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവചിക്കുമെന്ന്. ചെല്ല്, ഗുമ്മിന് കേട്ടേച്ചു പോലെ. സ്തോത്രം. ക്ലിയർ ആയോ? പാപം മടങ്ങി വരാമേ. അപ്പൊ ഇതേ നല്ല മനസ്സോടെ കൊടുത്തത് കൊണ്ടാണ് ദൈവം അതെല്ലാം ഏറ്റെടുത്ത് അതേറ്റെടുത്തതിന്റെ ഗുണം തലമുറകൾ കൊണ്ടാവുകയും ചെയ്തു. പകല് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം പെറുക്കിയെടുത്ത് ഇടിച്ചു പൊടിച്ച് അപ്പം ഉണ്ടാക്കി തിന്നണം. സ്തോത്രം. രാവിലെ ശകലം പണിയുണ്ട്. രാവിലെ എഴുന്നേറ്റൊക്കെ ഒരു പണിയില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ പെറുക്കുകയാണെങ്കിൽ ഒരു ശകലം പണിയുണ്ട്. ഇത് ഇടിച്ചു പൊടിച്ച് അപ്പമാക്കി വേണം തിന്നാൻ. ഞാൻ പകല് പറഞ്ഞ പോലെ ഇന്നിപ്പോ എല്ലായിടത്തും അപ്പമായിട്ട് കൊടുക്കുന്ന സെന്ററുകൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ എന്തെല്ലാം സെന്റർ ഉണ്ടെന്നറിയാമോ? 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പടയാളികൾ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഈ വേലയെ സപ്പോർട്ട് ചെയ്യുവാൻ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറും താഴെ കൊടുത്തിരിക്കുന്നു. കൊണ്ടക്കോട്. സ്തോത്രം. പണ്ട് കടം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചറിയത്തില്ലേ? ടിവിയുടെ നേരെ കൈ നീട്ടി പ്രാർത്ഥിച്ചോളാൻ പോകും. എത്ര കോടി രൂപയാണ് കർത്താവ് എടുത്ത് മാറ്റാൻ പോകുന്നത്? ടിവിയുടെ നേരെ കൈ നീട്ടിക്കോ. ഞാനും കൈ നീട്ടി. പ്രസംഗിച്ച പുള്ളി പറഞ്ഞ കൈ നീട്ടിക്കോളെ. കേട്ടിരുന്ന അച്ഛനും കൈ നീട്ടി, ടിവിനും കൈ നീട്ടി. പെട്ടെന്ന് കറണ്ട് വന്നു പോകും. ഒരു സെക്കൻഡോട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിൽ ഇവിടെ കടമല്ലായിരുന്നു പോകുന്നത്. സ്തോത്രം. അതാ ഈ ഇടപാടല്ല. അങ്ങനെ ഒരു സെന്റർ ഇല്ല. എന്നെ ശ്രദ്ധിച്ചേ. കേക്ക്. അങ്ങനെ 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടയാളികൾ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഏത് വിഷയം അറിയിച്ചോ, ഞങ്ങളിവിടെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിന് ഏജന്റിനെ വെച്ച് അതിനൊരു ഫ്രാഞ്ചൈസി ഒക്കെ തുടങ്ങി ചെയ്യാവുന്ന പണിയല്ലിത്. ഇതിനകത്തെ കാര്യം തന്നെ ഞാൻ ഈ പറയുന്നത്. ഇതിനകത്തെ കാര്യം 141 സങ്കീർത്തനം 1-2 വാക്യം വായിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും ഞാൻ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ആണല്ലോ. ഇപ്പൊ പ്രാർത്ഥന എന്തായിട്ട് മാറണമെന്ന ആണോ? വെളിപ്പാട് പുസ്തകം 4-5 അധ്യായത്തിൽ അങ്ങനെയാണല്ലോ കണ്ടത്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. അപ്പൊ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ എന്റെ കാര്യം പിടികിട്ടി. എന്താണ്? ധൂപവർഗമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതിനകത്ത് ആ പിക്ചർ ഇല്ല. നമ്മുടെ മറ്റേ ഫ്ലെക്സിനകത്ത് ഇതെല്ലാം കാണിക്കുന്ന സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്ന ഒരു ഫ്ലെക്സ് ഉണ്ട്. അതാ അടുത്ത ദിവസം ഇടുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ മന്ദിരത്തിനകത്ത്, ഇതാണല്ലോ വിശുദ്ധ മന്ദിരം, 30 മുഴം നീളം, 10 മുഴം ഉയരം, 10 മുഴം വീതിയില് 48 പലകകൾ തമ്മിൽ ഇണക്കി ചേർത്ത് വെട്ടിച്ചേർത്തിട്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ 48 പലകം ചേർത്ത് വെച്ചിട്ട് 5 അന്താഴം ചെലുത്തി അല്പം പോലും വിടവില്ലാതെ നിർത്തിയിരിക്കുക. ഈ 48 പലകയും 48 പലകയും മൊത്തം പൊന്നു പൊതിഞ്ഞിരിക്കുന്നു. 48 പലകയും പൊന്നു പൊതിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിനകത്ത് ഉപകരണമോ തങ്ക നിലവിളക്ക്. ഈ ഭിത്തിയെല്ലാം ഇത് തന്നെ കൂടാരത്തിന്റെ പ്രധാന ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചു. ഈ ഭിത്തിയെല്ലാം സ്വർണ്ണ പലക. ആണ്ട വലതുവശത്ത് നിലവിളക്കിരിക്കുക തങ്കം കൊണ്ട്, ഒരു കാലം തനി തങ്കം കൊണ്ട് അടിപ്പ് പണിയായിട്ട് ഉണ്ടാക്കിയ നിലവിളക്ക്. അതിനകത്ത് നിരന്തരം എണ്ണ ഒഴിച്ച് കത്തിച്ചോണ്ടിരിക്കണം. കരിന്തിരി കത്താൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുരോഹിതൻ അതിനെ നോക്കി പരിശോധിച്ചിട്ട് കരിന്തിരി ഉണ്ടെങ്കിൽ മുറിച്ചു മാറ്റിയിട്ട് ആ മുറിച്ചു മാറ്റുന്നതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റുകയില്ല. അതൊരു തങ്കപാത്രത്തിൽ ആ കരിന്തിരി ശേഖരിക്കുന്നത്. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? ഇത്രയും നാള് ദൈവത്തിന് വേണ്ടി എരിഞ്ഞവനെ സ്വീകരിക്കുന്നത് പേപ്പറിനകത്തല്ല. ദൈവനാമത്തിന് വേണ്ടി നാളുകളായിട്ട് എരിഞ്ഞു നിന്നവനെ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് അതിനെ മുറിച്ചെടുത്ത് തങ്കപാത്രത്തിൽ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. പിന്നെ അതുകൊണ്ടല്ലേ
ഒന്നും നോക്കാതെ. ഇതൊക്കെ ഓർക്കുമ്പോ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഒരു ഭോഷനെ പോലെ പൊട്ടനെ പോലൊക്കെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാ. ദീർഘനാളുകൾ യഹോവയുടെ ആലയത്തിൽ പ്രകാശം ചൊരിഞ്ഞ് കത്തിക്കൊണ്ടിരുന്ന കരിന്തിരിയെ മുറിച്ചു ചുമ്മാതെ അങ്ങടെ കൊണ്ട് കളയല്ല, പരിയമ്പുറത്ത് കളയല്ല, സ്വർണ്ണപ്പാത്തനി തങ്കപ്പാത്തിനകത്ത ഈ കരിന്തിരി എടുത്തിടുന്നത്. നിരന്തരം കത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ദൂരത്തിന് അങ്ങോട്ട് വരിക. അപ്പൊ താനീ തങ്കം കൊണ്ടുണ്ടാക്കിയ നിലവിളക്ക് അതിങ്ങനെ മുമ്പോട്ട് പ്രകാശിച്ച് നിൽക്കുക. പഴയ കാര്യമല്ല കാണിക്കാനുള്ളത്, മുമ്പോട്ട് പൂർവ്വ നിത്യത മുതൽ അനന്ത നിത്യതയുള്ള കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് ഈ നിലവിളക്ക് നിൽക്കുന്നത്. ഒട്ടും വ്യാഖ്യാനമില്ല. നിലവിളക്ക് പരിശുദ്ധാത്മാവെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നോക്കൂ, വലതുവശത്ത് കാഴ്ചപ്പത്തിന്റെ മേശ, അതും ഇതുപോലെ കതിരുമരം കൊണ്ടുണ്ടാക്കി മുഴുവനും പൊന്നു പൊതിഞ്ഞിരിക്കുന്നു. അതിനെ ഈ അപ്പം താഴെ പോകാതിരിക്കാൻ തങ്കം കൊണ്ട് തന്നെ വക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. തെന്നിപ്പറിച്ചൊന്നും താഴെ പോകരുത്. അതിന് 12 അപ്പം 6 വീതം 2 നിര അടുക്കി വെച്ചേക്കുക. ചൂടുള്ള അപ്പം. ശബത്ത് തോറും ആ അപ്പം മാറ്റിയിട്ട് പുതിയ അപ്പം വെക്കും. എന്നിട്ട് അതിന് മീതെ കുന്തിരുക്കവും വെച്ചിട്ടുണ്ട്. അത് പുരോഹിതന്റെ അവകാശമാണ്. ആ മേശമേലെ അപ്പം അത് പുരോഹിതനുള്ളതാ, കമ്മിറ്റിക്കാർ കൊണ്ടുപോകാൻ പറ്റുക. അത് ആർക്കുള്ളതാ? ഞാൻ അത് കഴിഞ്ഞ് എന്താ പറഞ്ഞ? കമ്മിറ്റിക്കാർക്കുള്ളതല്ലെന്ന് മനസ്സിലായല്ലോ. പുരോഹിതന്റെ അവകാശത്തിനകത്ത് കൈയിടാൻ നീ പോകരുത്. അതെന്നാ പറഞ്ഞ സ്വോത്രം. അത് പുരോഹിതനുള്ള അപ്പമാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞോളാം, അവിടെ വരുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞത് 48 പലകയെ മറക്കരുത്. തങ്കം നിലവിളക്ക് അതിങ്ങനെ വെളിച്ചം വീശുമ്പോൾ നിങ്ങൾ ഈ പലകയിലോട്ട് ഈ വെട്ടം വന്ന് അടിക്കുമ്പോൾ അതിന്റെ അകത്തെ അന്തരീക്ഷം ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇപ്പുറത്താണ് കാഴ്ചയപ്പത്തിന്റെ മേശ, അതും മുഴുവനും തങ്കം പൊന്നു പൊതിഞ്ഞിരിക്കുന്നു. അതിന്റെ മീതെ അപ്പം വെച്ച് കുന്തിരിക്കം വെച്ചിരിക്കുക. ഇത് രണ്ടും കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ തിരശ്ശേരിക്ക് തൊട്ട് മുമ്പിൽ കൃപാസനത്തിന് നേരെ വെച്ചിരിക്കുന്ന ഉയരം കൂടിയ ഉപകരണത്തിന്റെ പേരാണ് ധൂപപീഠം. നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ കാര്യത്തേക്ക് ഞാൻ വരുന്നില്ല. ഞാൻ ഇപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ റെഡിമെയ്ഡ് സിസ്റ്റത്തിന്റെ കാര്യം പറയാൻ. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടയാളികളില്ലേ, അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വളഞ്ഞു വരിക. അതിനാ നോക്കണേ, ഈ ധൂപ കലശത്തിൽ 5 കൂട്ടം സാധനങ്ങൾ: നറുംപശ, ഹൽബാനപ്പശ, ഗുൽഗുലു, നിർമ്മല സാമ്പ്രാണി, ഉപ്പ് എന്നീ 5 കൂട്ടം സാധനങ്ങൾ തൈലക്കാരന്റെ വിദ്യപ്രകാരം, അക്കോർഡിംഗ് ദ സിസ്റ്റം ഓഫ് ദി അപ്പോത്തിക്കറി, വിദ്യപ്രകാരം ഒരേ അളവിലെടുത്ത് ഇടിച്ച് ഉരുക്കിയെടുക്കണം. എന്നിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന ധൂപപീഠത്തിന് മീതെ ഇരിക്കുന്ന ധൂപകലശത്തിനകത്ത് ഈ 5 കൂട്ടം സാധനങ്ങൾ അങ്ങോട്ടിടും. ഇട്ടിട്ട് പ്രാകാരത്തിൽ, ശ്രദ്ധിച്ചു, ഇതേ പ്രാകാരത്തിൽ യാഗപീഠം കണ്ടോ? ഇതിന്റെ അകത്താണ് ഞാൻ ഈ പറഞ്ഞ സംഭവമേ. പുരോഹിതൻ വെളിയിലേക്ക് ഇങ്ങി വന്നിട്ട് ഈ യാഗപീഠം വരെ വരും. ഈ യാഗപീഠത്തിൽ തീക്കനലെടുത്ത് അകത്തു കൊണ്ടുവന്ന് ധൂപ കലശത്തിനകത്തിട്ട് കത്തിക്കും. ക്ലിയർ ആയോ? മനസ്സിലാകുന്നുണ്ടോ? ഇവിടുന്നാണ് തീക്കലശം എടുത്തോണ്ട് പോയി അകത്തുള്ള ധൂപകലശത്തിന്മേൽ ആ കനല് കൊണ്ടുപോയിട്ട് കത്തിക്കും. ഈ യാഗപീഠം എന്തിനു നിഴലാണ്? ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇവിടെയാണ്, നോക്കിക്കേ, വാതുക്കൽ ആള് നിപ്പുണ്ട്, അകത്തു ആള് നിപ്പുണ്ട്. യാഗമൃഗത്തെ ചെയ്തു പോയ തെറ്റിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പശുക്കിടാവിനെയോ കാളക്കിടാവിനെയോ ആട്ടുകൊച്ചിനെയോ ചെമ്മരിയാടോ കോലാടോ, ഒരു നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ കുറുമ്പ്രാവിനെങ്കിലും കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് പുരോഹിതൻ വാങ്ങിച്ച് ഊനമില്ലെന്ന് ഉറപ്പുവരുത്തി കുറഞ്ഞത് 5 പേരെങ്കിലും പരിശോധിച്ചതിന് ശേഷം പാപപരിഹാരത്തിനായി ഈ യാഗപീഠത്തിന് അർപ്പിക്കും. തോലുരിഞ്ഞ് റെഡിയാക്കി അർപ്പിക്കും. മറക്കരുത്. അപ്പൊ പാപത്തിന്റെ പരിഹാരം വരുന്ന ഇടമാണേത്? ഈ യാഗപീഠം. ഈ യാഗപീഠം എന്തിനു നിഴലാണ്? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം വരുത്താൻ ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞ വാഴ്ത്തപ്പെട്ട ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിനും ക്രൂശിനും നിഴലാണ് യാഗപീഠം. മനസ്സിലായോ? അപ്പൊ ഇതെന്തിനു നിഴലാണ്?
ക്രൂശിന് നിഴലാണ്. ഓക്കെ ആയല്ലോ? മറക്കരുത്. ഇവിടുന്ന് തീക്കൽ എടുത്തുകൊണ്ട് വന്നാണ് ഈ വിശുദ്ധ മന്ദിരത്തിൽ ഇരിക്കുന്ന ധൂപ കലശത്തിനകത്തിട്ട് കത്തിക്കുന്നത്. പി ടി തോമസ് സാർ ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യെസ്. ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവിടുന്ന് തീക്കല്ലെടുത്ത് വിശുദ്ധ മന്ദിരത്തിൽ അതിവിസർജനത്തിന് തൊട്ടു മുമ്പിലിരിക്കുന്ന ധൂപപീഠത്തിന്മേലുള്ള ധൂപ കലശത്തിനകത്തിട്ട് കത്തിക്കുന്നു. അതിന്റെ പുക ഇങ്ങനെ മേൽപോട്ടുയർന്ന് യഹോവയായ ദൈവം അതിന്റെ സൗരഭ്യവാസന, അതിന്റെ അരോമ, ഗന്ധം ഒന്ന് അടിച്ചു കഴിയുമ്പോൾ മണം അങ്ങ് ചെല്ലുമ്പോൾ പിന്നെ തമ്പുരാന് മേലിരിക്കാൻ ഒക്കെ. അപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന സംഗതിയാണ് ഇത്. കണ്ടോ, ഈ മേഘം പോലെ കാണും ദൈവത്തിന്റെ ഷെഖീന അല്ലെങ്കിൽ ഷെക്കൈന എന്ന് പറയും. ദൈവമഹത്വത്തിന്റെ തേജസ് നേരെ താഴേക്കിറങ്ങ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നു. അത് ധൂപത്തിന്മേലല്ല, കൃപാസനത്തിന്മേൽ ഇറങ്ങുന്നത്. കൃപാസനമൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. ക്ലിയർ ആയോ? അത്തരം മനസ്സിൽ പതിഞ്ഞല്ലോ. ശ്രദ്ധിച്ചേ. യാഗവസ്തുവിനെ കൊണ്ട് വന്നവൻ വാതിക്കൽ തന്നെ നിൽക്കുക, അവൻ പോകുന്നില്ല. പുരോഹിതന്റെ കയ്യിൽ കൊടുത്തിട്ട് വാതിക്കൽ തന്നെ അവൻ കാത്തു നിൽക്കുക. പുരോഹിതനെ വാങ്ങിച്ചകത്തു കൊണ്ടുപോയി പരിശോധിച്ചനന്തരം കഴുത്തറുത്ത് തോലുരിഞ്ഞ് കണ്ണമായി നുറുക്കിയിട്ട് 24 മണിക്കൂർ ചൂള പോലെ കത്തുന്ന ആ യാഗപീഠത്തിനോട് പെറുക്കി വെക്കുക. ആ യാഗപീഠത്തിന് മേളിന് താഴേക്ക് 1.5 മുഴം താഴെ ഒരു വലപ്പണിയുണ്ട്, ഒരു വല. ആ വലയിലോട്ടാണ് ഈ മാംസക്കഷ്ണങ്ങൾ പെറുക്കി വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് വെന്ത് കത്തിക്കരിഞ്ഞ ചാരമാകും. നന്നായിട്ട് വേകാൻ വേണ്ടിയാണ് പുരോഹിതന്മാരുടെ പക്കൽ മുപ്പല്ലിയും കൊളുത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുത്തി തിരിച്ചും മറിച്ചും വെക്കും. നന്നായിട്ട് ഇത് ചാരമായി കഴിയുമ്പോൾ വലയ്ക്കകത്തുള്ളത് താഴെ വീഴും. താഴെ വീഴുന്ന ആ ചാരം ഒരു കിണ്ണത്തിൽ എടുത്തിട്ട് വാതിക്കൽ യാഗമൃഗത്തെ കൊണ്ട് വന്നവൻ പോകാതെ അവിടെ നിൽക്കുകയല്ലേ, ഈ ചാരം കൊണ്ട് അവനെ കാണിക്കും. താൻ കൊണ്ടുവന്ന യാഗമൃഗത്തിന്റെ ചാരം കാണുമ്പോഴവന്റെ മനസ്സ് തണുക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനായി ഞാൻ ചാരമാകേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഒരു ആട്ടുകൊറ്റൻ ചാരമായി. ചാരം കാണുമ്പോൾ മനസ്സ് തണുക്കും. പുരോഹിതൻ കയ്യൊത്തവനെ അനുഗ്രഹിക്കും. ഇവൻ ആമേൻ ആമേൻ പറഞ്ഞ് സ്വന്തം കൂടാരത്തിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ചാരം കാണുന്നവർ എവിടെ നിൽക്കണം? നമ്മളങ്ങനെയല്ലേ? ഞാൻ മുണ്ടക്കൻ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് വിഷയം കൂട്ടി നമ്മൾ പറയും, ഞാൻ മുണ്ടക്കൻ വരെ പോട്ട് വരും, തിരിച്ചു വരുമ്പോൾ ചാരം തന്നാൽ മതി. ഞാൻ ഇവിടെ നിൽക്കുന്ന നേരത്തെ എനിക്ക് മുണ്ടക്കൻ വരെ പോട്ട് വരികയും ചെയ്യാം, നിങ്ങൾക്ക് വരും പോലെ ചാരം ഉണ്ടാക്കി. മനസ്സിലായോ? ആഹാ. പിന്നെ അങ്ങനെ ചാരം ഉണ്ടാക്കുന്ന എത്ര സെൻറ്ററുകാരെ എനിക്കറിയാമെന്നറിയാം. സ്വോത്രം. അപ്പോഴേ ഇങ്ങനല്ല ഇതിന്റെ ഇടപാട്. ഇടയ്ക്ക് ആളെ നിർത്തി മധ്യസ്ഥ മുഖേന ചെയ്തെടുക്കേണ്ട പണിയല്ലിത്. ആവശ്യക്കാരൻ തന്നെ ഇതിനെ കൊണ്ട് കൊടുത്തിട്ട് അർപ്പിച്ച വിഷയത്തിന്റെ ചാരം കണ്ടിട്ട് എഴുന്നേൽക്കാവൂ. മനസ്സിലാകുന്നോ? ഒരു ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥന ഏത് വിഷയമാണോ വെച്ചത് അതിന്റെ ചാരം കണ്ടിട്ട് നീ എഴുന്നേൽക്കാവൂ. നീ വീട്ടിനകത്ത് ഒറ്റയ്ക്കാണെങ്കിലും ശരി, ആരും അറിയാം, ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ, നീ ഏത് വിഷയമാണോ ദൈവസ്ഥലിൽ വെച്ചത് ദൈവത്തിന്റെ ശക്തനായി ഇറങ്ങും, യാതൊരു സംശയമില്ല. ഒരു കാര്യം ഉറപ്പാക്കണം, അതിന്റെ ചാരം കാണാതെ, അതിന്റെ തെളിവ് കാണാതെ, അതിന്റെ ഉറപ്പ് കിട്ടാതെ, അതിന്റെ മറുപടി കാണാതെ നീ അവിടെ എഴുന്നേൽക്കരുത്. സ്തോത്രം. അതിനു പകരം വിഷയം വിളിച്ചു പറഞ്ഞേച്ച് ഗൂഗിൾ പേയും കൊടുത്തേച്ച് നമ്മളതിലെല്ലാം കറങ്ങിയേച്ച് പിന്നെ ഞങ്ങളെ കൈ പിന്നെ ഇപ്പൊ തന്നെ അന്നേരം തന്നെ എവിടെ പിന്നെ ഇതാണോ നേരം? സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥനയ്ക്ക് നമുക്കുള്ളിൽ ഒരു പെയിൻ വേണം, എന്നാലേ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാവത്തു. അച്ഛാ ഞാൻ കൊണ്ട് പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോന്ന് അന്നേരം ആ ആളിനെ തിരിച്ചറിഞ്ഞത് പോലും പേര് പോലും അന്നേരം ഓർക്കണം. അതാ നമ്മുടെ ഡ്രാമ. സ്തോത്രം. മനസ്സിലായോ? അങ്ങനല്ല. ഒരാൾ കൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണ ഹൃദയത്തിൽ ആ ബേർഡൻ ഏറ്റെടുത്തെങ്കിലേ പറ്റൂ. അങ്ങനല്ലേ അബ്രഹാം ചോദിച്ചത്, കർത്താവേ കൊല്ലരുത്,
ഒരു 500 പേര്, 100 പേര്, 50 പേര്, 40 പേര് കണ്ടോ? നഷ്ടപ്പെട്ടു പോകുന്നവനെ കുറിച്ചുള്ള വേദനയും ഭാരവും ഉള്ളിലുണ്ടെങ്കിലേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കൂ. അല്ലാത്തവന്റെ പ്രാർത്ഥന എങ്ങനെ ഇരിക്കും? വാലും തലയില്ലാത്തൊരു പ്രാർത്ഥനയായിരിക്കും. പ്രാർത്ഥന കണ്ടില്ലേ? കർത്താവേ നീ അനുഗ്രഹിക്കണമേ, ഇടപെടണമേ കർത്താവേ. മൂത്ത മകൻ യോസൂട്ടിയെ തൃക്കരങ്ങളിൽ തരുന്നു. ദൈവം ഇടപെടണം, ഞങ്ങളുടെ ദാസനെ താഴ്ത്തുന്നു. വേറെ ആരെയും താഴ്ത്താൻ നോക്കിയല്ല, പ്രാർത്ഥിക്കുക. കുഞ്ഞു കുട്ടിയും തങ്കച്ചനെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ദാസനെ താഴ്ത്തുന്നു. പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ബാക്കി എല്ലാവരും ഏൽപ്പിച്ചു, ദാസനെ അങ്ങ് താഴ്ത്തി. സ്വോത്രം. കാരണം ജോസഫ് കുട്ടിയുടെയും തങ്കച്ചന്റെയും വേദന ദാസന്റെ കാര്യത്തിൽ വന്നില്ല, അതുകൊണ്ട് ആ പുള്ളിയെ താഴ്ത്തിക്കും. അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനയുടെ ശൈലി പോയ പോക്ക് കണ്ടോന്നാ ഞാൻ ചോദിച്ചേ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ചുമ്മാ അങ്ങ് പറയാതിരിക്കാൻ നല്ലത്. ദേവദാസനൊക്കെ പറയുമ്പോൾ ഓർക്കുമ്പം പ്രാർത്ഥിക്കാം, അതാ നല്ലത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്നും ഓർക്കാൻ ഒത്താ നല്ല കാര്യം. പിന്നെ ഈ വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് രാവിലെയാണ് തോന്നുന്നത്, അത് ഇന്നലെയാണോ ഞാൻ പറഞ്ഞത്, ആടുകളുടെ പേരും ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കും. സ്തോത്രം. എനിക്കൊന്നൊരു 10-18 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഞങ്ങൾ ഏലപ്പാറയിൽ ഒരു യോഗത്തിന് പോകും. ഞാൻ അവിടെ ഉണ്ട്, ദേവദാസനും വാത്സല്യ സഹോദരനും അവരും വന്നു. രാത്രി ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കിടക്കുക. വേറെ കുറച്ച് ആൾക്കാരുണ്ട്. കറക്റ്റ് 4 മണിയായപ്പോൾ ദേവദാസൻ എഴുന്നേറ്റു, ആ കൂട്ടത്തിൽ ഞങ്ങൾ എഴുന്നേറ്റു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ രീതി തന്നെ ആ ദേവദാസനും. ഞാനൊരു പാട്ട് തുടങ്ങിയാൽ ആ ചൂണ്ട വേറെ പാട്ടും കൂടെ ചേർത്ത് പാടി അങ്ങനെ പാട്ട് നിർത്തുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ രാവിലെ പ്രഭാത പ്രാർത്ഥന തുടങ്ങുമ്പോ യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ 4-ാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നേ. ആ പാട്ട് മാത്രമല്ല, അതേറ്റുള്ളിൽ വേറെ എത്ര പാട്ടുണ്ടോ അതും കൂടെ പാടി. വരവ് സമീപമായി എന്നേശുരാജൻ വരും, അപ്പോൾ തന്റെ ദൂരത്തായവർക്കു ഭ്രമമേ. ഭൂമി നെടുനീളയോടി ആശ്വാസങ്ങൾ തേടുമേ. തന്നാൽ മുദ്ര കുത്തപ്പെട്ട ശുദ്ധിമാന്മാരൂ തന്റെ ശബ്ദം കേൾക്കുന്നേരം ഹല്ലേലൂയ പാടുമേ. ഞങ്ങളിങ്ങനെല്ലാം എന്നിട്ട് ഈ പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ചു. ഞാൻ കുറെ പ്രാർത്ഥിച്ചു, എന്റെ വിഷയം എല്ലാം തീർന്നു. നേരം ദേവദാസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവിടെ വന്നോട് പറയാം, ഈ മനുഷ്യൻ ഇതെങ്ങനെ ഇതെല്ലാം ഓർത്തിരിക്കുന്നത്. എന്നോട് വന്ന് പറഞ്ഞതാ, കുറയ്ക്കുന്നുണ്ടോ? പമ്മനാറിലെ യോഗത്തിന് പോയ കാര്യമാണ്. സ്തോത്രം. അവിടെ കൺവെൻഷൻ നടന്ന കാര്യം ഞങ്ങൾ രാത്രി താമസിക്കുക, 10 വർഷം മുമ്പത്തെ കാര്യം. ഞാൻ പറഞ്ഞതേ, അങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ആ ബേഡൻ ഉള്ളിലുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാനാണ്. ഏതായാലും ഇവിടെ എത്ര കുടുംബമുണ്ടോ, എത്ര പേരുണ്ട്, അതല്ലേ എനിക്ക് 2 പേർക്ക് കാണാപ്പാടമാ കൊച്ചുകുഞ്ഞുങ്ങളുടെ പേര് വരെ അറിയാം. അവരെല്ലാം പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അത് ചെയ്തതിന്റെ കാരണം അതൊരു പെയിൻ, ഒരു ബേഡൻ, ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. അതായത് കുവൈറ്റിൽ പോയിട്ട് വന്നപ്പം അവിടെ എത്ര പേരെ കണ്ടു, എല്ലാവർക്കും പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാ പോകുന്നത്. അപ്പൊ അന്നാ 1-2 ആഴ്ചയിൽ ഓർത്തോരുടെ കാര്യം ഓർത്തു. അത് മഹാഭാവമൊന്നുമല്ല, ആ ദൈവം തന്നൊരു കൃപ. അല്ല ഇതെല്ലാം കൂടെ ഓർത്തോണ്ടിരുന്ന ഒക്കുവോ? ഇല്ല. ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയ്ക്കൊരു ബേഡൻ ഉണ്ടെങ്കിലേ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യാൻ പറ്റും. സ്തോത്രം. ഇല്ലാത്തതെല്ലാം വൈകായിട്ട് അവ്യക്തമായ നിലയിൽ പുറമേ കൂടെ അങ്ങ് പോവുക എന്നുള്ളതല്ലാതെ ചടങ്ങ് നടന്നേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഇത് പോകത്തില്ല. മനസ്സിലായല്ലോ? സ്തോത്രം. ഇതിനെല്ലാം പ്രേരകമാകുന്ന കാര്യം പറയാനായിട്ട് ഞാൻ 2 ചിത്രം ചൂണ്ടിക്കാണിച്ചു. നോക്കിയേ, ഈ യാഗപീഠത്തിലെ തീക്കനല്ലേ അവിടെ കൊണ്ട് കത്തിച്ചത്. ഈ യാഗപീഠം എന്തിനു നെല്ലാന്നാ പറഞ്ഞേ? അപ്പോഴേ ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു കത്തൽ ഉണ്ടാണെങ്കിൽ ആ തീ എവിടുന്ന് വരണം? മനസ്സിലായോ? അപ്പൊ ആ കനൽ എവിടുന്നാ കിട്ടണ്ടേ? ക്രൂശിൽ. ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, നിന്റെ രോഗം മാറ്റി നീ മറന്നുപോയി, നിന്റെ കടഭാരം കട്ടാൻ മാറ്റി നീ മറന്നുപോയി, നിനക്ക് എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? അപ്പൊ കടഭാരവും മാറ്റിയിട്ടില്ല, രോഗം മാറ്റിയില്ലെങ്കിൽ ആ ആഴ്ച ആരാധിക്കണ്ടല്ലോ. ഞാൻ പലരോടും ചോദിച്ചു, ഈ പാടുന്ന അതിന്റെ ബാക്കിയും കൂടെ പറയാൻ പറഞ്ഞു. എന്റെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാൻ ഏറെ കാരണമുണ്ട്.
ഈ കാരണം എന്താന്ന് പറയണ്ടേ? അതില്ല. അല്ല, എനിക്ക് അറിയാമല്ലോ ഇതിനകത്തൊന്നും കാരണം എന്താന്ന് പറയുന്നില്ല. കാരണമുണ്ട്, കാരണം ഇത് മാത്രമുണ്ട്. വേറൊരു പാട്ടുണ്ട്, എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്നാ പാട്. അതില്ല എന്ന് പറഞ്ഞോല്ല ഇത് ആരാധിപ്പാൻ നമുക്ക്. ആരാധിപ്പാൻ എന്താ കാരണം എന്ന് പറഞ്ഞ, ഞാൻ തെന്നി വീഴാൻ പോയപ്പോ ഒന്ന് താങ്ങിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത്. താങ്ങിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാനെങ്ങും ആരാധിക്കുക. ഞാനിങ്ങനെ കാലൊക്കെ വഴുകി പോയപ്പോൾ നീ എന്നെ പിടിച്ചത് കൊണ്ടാ, അല്ലെങ്കിൽ കാണാറുണ്ട് കളി എന്നല്ലേ ആ പാട്ടിന്റെ അർത്ഥം. 3 പേര് പറഞ്ഞു ഞങ്ങളെ വിടിവിക്കാതിരിക്കുവോ, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ആഹാ, 3 പിള്ളേർ പറഞ്ഞു കേട്ടോ. പിള്ളേരൊന്നും അല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞ. ഞങ്ങൾക്ക് വിടുതൽ കിട്ടുമോ കിട്ടാതിരിക്കുക അതൊന്നും വിഷയമല്ല. നിന്റെ ദൈവത്തെ നമസ്കരിക്കുന്നത് മാത്രമല്ല, ഞങ്ങൾ ദൈവത്തെ സേവിക്കുകയും ചെയ്യും. അതാ വിഷയം. ഞാൻ ചെയ്യുന്ന കടഭാരം മാറിയില്ല, ഇവിടുന്ന് പോകണ്ടേ? എന്റെ വിഷയത്തിന്റെ മേൽ 2025 ദൈവം വാഗ്ദത്തം തരാമെന്ന് ഉറപ്പ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് കിട്ടിയില്ല, എന്നാ കുഴപ്പം? വില്ലിച്ച് നിൽക്കുക. 25-ന് മുമ്പ് നീ ഇടപെടണമെന്ന്. ഇടപെട്ടില്ലെങ്കിൽ എന്നെ പോകത്തില്ലേ? കാകളം മുഴങ്ങിയ പറ. പൗലോസിന് ഇല്ലാത്ത രോഗമൊന്നുമില്ല. എപ്പോഴേലും പറഞ്ഞോ അത്? അയ്യോ, നമ്മളെങ്ങാലും കാലിന്റെ നഖം ഒന്ന് പോട്ടെ, 3 ആഴ്ച അതിന്റെ വർണ്ണന ഒന്ന് കേൾക്കണം. അത് അവതരിപ്പിക്കുന്ന കേട്ടാലോ? പൗലോസ് പറഞ്ഞു, അല്ല പൗലോസ് രോഗം എന്നാ? പൗലോസ് പറഞ്ഞു ഞാനത് പറയുന്നില്ല. പുള്ളി പ്രാർത്ഥിക്കാതിരുന്നുണ്ട്. ആകെ 3 തവണ പ്രാർത്ഥിച്ചു. കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് രോഗശാന്തി വേണോ, കൃപ വേണോ? പൗലോസ് പറഞ്ഞു, കൃപ തരികയാണെങ്കിൽ രോഗം വിടുന്നോട്ടെ, എന്നാ കുഴപ്പം? അത്രേ ഉള്ളൂ. കർത്താവ് എന്നാ എന്റെ കൃപ നിനക്ക് മതി, രോഗം വിടുന്നോട്ടെ. കൃപ കൂടുതൽ കിട്ടുകയാണെങ്കിൽ രോഗം ഉണ്ടല്ല കുഴപ്പം. നമ്മൾ പറഞ്ഞ് രോഗത്തെ വേരോടെ പറിച്ച് കളഞ്ഞച്ച് കൃപ കൂട്ടി തന്നേക്കാൻ. നല്ല കളിയായി. സ്വോത്രം. പ്രിയരെ, നമ്മുടെ ഈ ശരീരം ഈ ലോകത്തിന് പറ്റിയതല്ല. കാരണം നമ്മളെ ഇവിടെ ആക്കിയപ്പം നമ്മുടെ ബോഡിയുടെ ഫിറ്റ്നസ് ഇങ്ങനല്ലായിരുന്നു. പിന്നെ കുഴപ്പമുള്ള ശരീരം തന്നെയാണ് നമ്മുടെ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അത് ഇതും ഒക്കെ കാണും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. അതൊന്നും നമുക്ക് വിഷയവുമല്ല. മനസ്സിലാവുന്നുണ്ടോ? വല്ലതും കിട്ടുമെന്നുള്ളതല്ല നമ്മുടെ വിഷയം. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞത്? സ്വോത്രം. നമ്മുടെ സ്ഥിതി മാറുമോ മാറാതിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇവിടെ മാറിയിട്ട് എന്തോ കാണിക്കാനാ? അല്ല, എനിക്കറിയാൻ ചോദിക്കുക. നമ്മൾ കേൾക്കുന്ന ദൂതല്ല നമ്മളെ കുഴപ്പിക്കുന്നു. ഞാൻ വെറുതെ പറയല്ല. ഈ ഒറ്റ തൂണ് പോലും നിലത്ത് കുഴിച്ചിടരുത്. അങ്ങോട്ട് പറയാൻ വേണ്ടിയാ ഞാൻ ഈ വട്ടം കറങ്ങി വരുന്നത്. ഇവിടുത്തത് ഒന്നും ഓർത്ത് ഇവിടുത്തെ യാതൊരു പറ്റുമാനവും നിനക്കൊണ്ടാകാൻ പാടില്ല. സ്വോത്രം. നിങ്ങൾ ആരെങ്കിലും എന്തേലും ദൂത് കേൾക്കുമ്പോ സ്വോത്രം, അതിനകത്ത് ഇളകിപ്പോകരുത്. ലോകത്തെയും ലോകത്തുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവത്തോട് ആണല്ലോ. അങ്ങനാണെങ്കിൽ ലോകത്തിൽ ഒന്നും വേണ്ടെന്നും പറഞ്ഞില്ല നമ്മൾ ഇറങ്ങിയത്. ആണോ? എന്നാ പറയാൻ പാടി ഇറങ്ങിയത് എങ്ങനെയാ? ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സന്നിധവും ചേർന്നാൽ മതി. അങ്ങനെ ഇറങ്ങിയ എന്നിട്ട് പറഞ്ഞു, മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും, ആശ്വാസദേശമൻ മുൻപിലുണ്ട്. അങ്ങോട്ട് നോക്കിയാലോ, കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. അതുകൊണ്ട് എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. മാത്രമല്ല ഒരു നാളും എന്നെ ഉപേക്ഷിക്ക ഇല്ലെന്ന് പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. ഓ കർത്താവേ, നീ എന്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പാടി പ്രത്യാശയോടെ പോയത്.
അങ്ങനെ അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പ്രവാചകൻ പറഞ്ഞു, മകളെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെട്ടു. അപ്പൊ ഒരു കുളിരും ഷോൾഡർ ഒരു വിറപ്പിയും ഇപ്പോഴുള്ളതല്ല. പിന്നെ ഇപ്പോഴുള്ളത് പൊളിച്ച്, വീടിന്റെ കാര്യം പറയാം, ഇപ്പോഴുള്ളത് പൊളിച്ച് ദൈവം എന്നെ കാണിക്കും. 25,000 സ്ക്വയർ ഫീറ്റ്. യെസ്, പരിശുദ്ധാത്മ നിനക്ക് വേണ്ടി അളന്നു മാറ്റും. വാഹനം ഇങ്ങനെ വളഞ്ഞു വന്ന് കയറുന്നതായി ദൈവാത്മാവ് എന്നെ കാണിക്കും. പരിശുദ്ധാത്മാവ് സഭയുടെ പണിയല്ലേ വിട്ടിട്ട് ഇപ്പൊ സർവേക്ക് പോവുക. സഭ ഒരുക്കുന്ന മണി വിട്ടേച്ച് ഇവന്റെ പേർക്കെല്ലാം സ്ഥലം അളക്കാൻ ഞങ്ങളെ ആട്ടിപ്പോ പരിശുദ്ധാത്മാവ് പോവുക. ആ റോഡ് സൈഡിൽ എന്തോടുക്ക പെട്ടെന്ന് പോകാനായി, വണ്ടി കയറാനായി. പണ്ട് പറഞ്ഞു, വീടില്ല നമുക്ക് ഈ ഉലകിൽ. തിരിച്ചാണേ, വീട് ഞാൻ അങ്ങ് എടുത്തിട്ടതാ. നാടില്ല നമുക്ക് ഈ മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും പാടുന്നു വിരവി. അങ്ങനെ ആ പാടിയത്. വീടൊന്നും ഇല്ല, നാടും ഈ വീട്ടിലില്ല, പിന്നെ ഉള്ളതെല്ലാം അവിടെ ആണെന്നും പറഞ്ഞ് ഇറങ്ങിയ പുള്ളിയോട് ഇപ്പം ദൈവം പറയാം, പരിശുദ്ധാത്മ വേണ്ടപ്പെട്ടത് ഇവിടെ തന്നെ നിന്റെ തല ഉയർത്തക്ക നിലയിൽ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്റെ തല ഉയർത്തി. തലയെ കുറച്ച് ഉയർത്തിയാറ്റാക്കണം. തലയെ കുറച്ച് നേരം പൊക്കിപ്പിടിച്ചു നിന്ന ഏതാണ്ട് കേമമുണ്ടോ? എടാ, കർത്താവിന് കിട്ടാത്ത മാന്യത നിനക്ക് വേണം എന്നെ നിർബന്ധം. അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിച്ച ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ഇളകരുത്. എനിക്കറിയാൻ മേലാത്തോണ്ട് പറയാം. അല്ലെങ്കിൽ നിന്റെ തലമുറ ദൈവം വേർതിരിക്കും. എന്തിന് അവിടെ വിളിക്കാം? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിച്ച ദൂതങ്ങനെ ദൈവം എന്നെ കാണിക്കും. നിന്റെ തലമുറ മഞ്ഞു വീഴുന്ന സ്ഥലം, മഞ്ഞു വീഴുന്ന രാജ്യത്ത് തലമുറ നിൽക്കുന്നതായി ദൈവം എന്നെ കാണിക്കും. ഞാൻ പറയുന്നോർത്ത അങ്ങനെയൊക്കെയാ. രാജ്യത്തിന്റെ പേരും അവിടുത്തെ പിൻകോഡും ഒക്കെയാ വിളിച്ചു പറയുന്നത്. എന്ത് അത്യാവശ്യമെന്ന് അറിഞ്ഞില്ലേ? UK പിൻകോഡ് അറിഞ്ഞിട്ട്. സ്വോത്രം. അല്ലെ, ഞാൻ ഇന്നാള് ഉപവാസ പ്രാർത്ഥന പറഞ്ഞ പോലെ എനിക്കറിയാൻ മേലാത്തോട് ഞാൻ ചോദ്യം ചോദിക്കുക. എന്നാ ഈ പരിശുദ്ധാത്മാവിന് ഇന്ത്യയോട് വല്ല പിണക്കമുണ്ടോ? ഇല്ല. പിന്നെന്താ ഒരെണ്ണത്തെ ഇവിടെ നിർത്താത്തെ? അല്ലെങ്കിൽ കാര്യം പറ. പരിശുദ്ധാത്മാവിന് ഇന്ത്യയോട് വല്ല പിണക്കമുണ്ടോ ശിവപാസ്? പിന്നെ ഒരെണ്ണത്തെ ഇവിടെ നിർത്തിയാലേ. ലണ്ടൻ, 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 UK, ഒരെണ്ണത്തെ എവിടെ നിർത്താതെ എല്ലാത്തിനും കൂടി അങ്ങോട്ട്. അതുകൊണ്ടായിരിക്കും ഇന്ന് വരെ പറഞ്ഞില്ല എത്യോപ്യ, എത്യോപ്യ, എത്യോപ്യ. അതിന് അങ്ങോട്ട് പോകണ്ടേ? അതിന് അങ്ങോട്ട് ഒരാളെ വിടാത്തെ. നിന്റെ തലമുറ എത്യോപ്യ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. കെനിയ, ദൈവത്തെ കാണിക്കുന്നു. കെനിയ, നിന്റെ 3ാമത്തെ മകൻ കെനിയയിൽ എനിക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞു. എന്നെങ്കിലും ചുമ്മാതേലും ഏതേലും ആത്മാവ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കെനിയ വേണ്ടേ? സ്വോത്രം. വിളക്കിന്റെ കാര്യം പറഞ്ഞ് നല്ല വിളക്ക് വിളക്കണം നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോഴേ കയറി അങ്ങ് പറഞ്ഞ സ്വോത്രം. നിങ്ങൾ നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഷാജി പാസ്റ്റർക്ക് പ്രവചനത്തോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ, പുള്ളി ഇതിനെതിരാണെന്നാ തോന്നുന്നത്. അതല്ല, പൗലോസ് പറഞ്ഞ വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പി പോരെങ്കിൽ നിങ്ങൾ എല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർ പറയാ, പ്രവചനം തുച്ഛീകരിക്കരുത്. ഞാൻ അതിനെതിര് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ലോ. പിന്നെന്നെ സ്വോത്രം. വചനാനുസരണം ആത്മീക വർദ്ധനമാണെങ്കിൽ അന്നേരം കയറി പിടിച്ചോണം. നിന്നെ കുഴപ്പിക്കുന്നതാണെങ്കിൽ വിവേചിച്ചറിയണമെന്നാ ഞാൻ ഈ പറഞ്ഞ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെ ദൈവസന്നിധി കൊണ്ടു ചെല്ലുന്നത് വരങ്ങളല്ല, ഫലങ്ങളാണ്. മനസ്സിലായില്ല? നമ്മൾ ഈ വരങ്ങളുടെ പുറകെയാണ് ഓടുന്നത്. അതാ കുഴപ്പം.
വരമല്ല ദൈവത്തിന് വിഷയം, ദൈവത്തിന് വിഷയം ഫലമാ. ഈ വരം കാണിക്കുന്നവന്റെ ഫലം എങ്ങനെയാണെന്ന് നോക്കണം. വരം ജ്വലിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അവരൊന്നും ആക്ഷേപിക്കുന്നില്ല, ദൈവം കൈകാര്യം ചെയ്തോട്ടെ. പക്ഷെ അവരുടെ ഫലം കൂടെ നോക്കിയിട്ടേ പുറകെ ഓടാവും. സ്തോത്രം. പിടികിട്ടിയോ? വരമുണ്ടെന്ന് പറഞ്ഞ് ചാടരുത്. എന്റെ വരമുണ്ടെന്ന ശക്തിയുള്ള ഒത്തിരി ഞാൻ കാണിക്കാം. ഫെലിസ്ത്യര് വരുന്നു പറഞ്ഞപ്പോ പുള്ളി ചാടിയ കൊട്ടി എഴുന്നേറ്റ്. പുള്ളിക്കാരനെ കെട്ടിയിരുന്ന 2 തൂണും വലിച്ചു പറിച്ച് അതെടുത്തുന്നാണ്ട പുള്ളി അങ്ങേ മലയെ കൊണ്ടുവച്ചു. പേര് ശിംശോൻ. 16-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതിയേ, ന്യായാധിപന്മാരുടെ പുസ്തകം. തലേദിവസം രാത്രി പുള്ളി എവിടെ ആയിരുന്നറിയോ? ഓൺലൈറ്റ് പ്രയർ ആയിരുന്നു. 7 ക്ഷേത്രത്തിൽ നല്ല കളിയായി. 7 ക്ഷേത്രത്തിൽ കുഴപ്പമുണ്ടാക്കണമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞു. പണ്ട് വെല്ലിപ്പം പറഞ്ഞാൽ അഴുക്കിന്റെ ഒന്നും കാര്യം മിണ്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു. തലേ രാത്രി തെലിയുടെ കൂട്ടത്തിലായിരുന്നു. മടി കടന്നുള്ള ഓൺലൈറ്റ് ആയിരുന്നു. സ്തോത്രം. തലേദിവസം രാത്രി പുള്ളി തെലിയുടെ മടിയിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ രക്തത്താൻ ഗ്ലോറി ഒക്കെ പറഞ്ഞല്ലോ, ഊണുമൊക്കെ വലിച്ചു പറിച്ചപ്പോ കണ്ടോ എന്തൊരു കൃപയാ വ്യാപരിക്കുന്നത്. അപ്പൊ ഈ തൂണെല്ലാം വലിച്ചു പറിച്ച് ഒന്നുകൊണ്ട് പോകുന്ന കണ്ടപ്പെല്ലാം ജീവിതം കറക്റ്റ് ആണെന്ന് ചിന്തിക്കരുത്. മനസ്സിലായില്ലല്ലേ? എത്ര മനസ്സിലായാൽ മതി ആ വിഷയം. നമ്മൾ വിചാരിക്കുന്ന കണ്ടു ആരെ കൊണ്ട് പറ്റും അസാമാന്യ കൃപയെ വ്യാപരിക്കണം. ഇല്ല, ഇപ്പൊ ഇതെല്ലാം ഓടാമ്പലോടെ വലിച്ചു പറ്റുള്ളൂ. ആരെ കൊണ്ട് പറ്റും? പിന്നെ എല്ലാവരും കണ്ടു. വയറ്റ് പുള്ളി എവിടെ ആണെന്നുള്ളത് ആ വിഷയം. നമുക്ക് പുള്ളി വായിച്ച് എവിടെ ആണെങ്കിലും ഓടാമ്പല് പറയുന്നുണ്ടോന്ന് അറിഞ്ഞാൽ മതി. ഓടാമ്പല് കിലുക്കം കേൾക്കുന്നുണ്ടെങ്കിൽ ഒപ്പം കിലുങ്ങാൻ നമ്മളും കഴിയാം. കിലുങ്ങി നിൽക്കുക, കിലുക്കം മതി നമുക്ക്. ആ പണി നടക്കുകയല്ല. ഓടാമ്പല് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഞാൻ വേറൊരാളെ ചൂണ്ടിക്കാണിക്കാം, അപ്പൊ പിടികിട്ടും. ഒരു പെങ്കൊച്ച് കെട്ടിയവനോട് പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷെന്ന് ഞാൻ കാണുന്നു. എന്റെ കൂടെ പറഞ്ഞേ, ആദ്യമായിട്ടല്ല. ഈ എലീശ ഇങ്ങനെ പോയപ്പം ഈ പെങ്കൊച്ച് എന്നേച്ച് പറഞ്ഞു, ആഹാരം കൊണ്ടുവന്ന് കഴിക്കാൻ പറഞ്ഞു. ഭക്ഷണത്തിന് വിളിച്ചെന്നല്ല, നിർബന്ധിച്ചെന്ന്. വിളിച്ച ഉടനെ ചാടി കയറി പോകുകയൊന്നും ചെയ്യുന്നു. നിർബന്ധിച്ചോണ്ടാ കയറിച്ച. നമ്മളാണെങ്കിൽ അയ്യോ അല്ലേ ഞാൻ പരവേശം എടുത്ത് വരിക, ഇവിടെ ആണെങ്കിൽ നാരങ്ങാവെള്ളം പോലും കുടിക്കരുത്, മാടക്കട ഇല്ലായിരുന്നു. ദൈവം നേരെ വരുത്തിയില്ല നിന്നെ എന്നും പറഞ്ഞ് അന്നേരം ചാടി കയറി എന്ത് വെള്ളം എടുത്തു, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. എലീശ വിശപ്പും പരവേശം ഉണ്ടെങ്കിൽ വിളിച്ച ഉടനെ ഒന്നും പോയില്ല, നിർബന്ധിച്ചപ്പോൾ കയറിച്ച. സ്വോത്രം. അവിടെ കയറി ചെന്നപ്പോൾ എലീശയ്ക്ക് മനസ്സിലായി ഈ വീട്ടിൽ കയറാൻ കൊള്ളാവുന്ന വീടാണെന്ന് പിടികിട്ടി. ആഹാരം കൊടുത്തു, കഴിച്ചു, തൃപ്തരായി പോയി. പിന്നെ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ ആ വീട്ടിൽ കയറാറുണ്ട്. ഈ ഭക്ഷണം കൊടുത്തതൊന്നും കെട്ടിയവനോട് പറഞ്ഞില്ലേ. പക്ഷെ ഒരു റൂം പണിയിലെ കാര്യം പറഞ്ഞപ്പം ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ ഞാൻ കാണുന്നു, നമുക്ക് ചുവരോട് ചേർത്തൊരു മാളിക മുറി പണിയാമോ എന്ന് പറഞ്ഞാൽ അവനെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ ചോദ്യം അതല്ല. എലീശയുടെ ശുശ്രൂഷ എന്താ? പ്രവാചകനാ അല്ലേ? എലീശ പ്രവാചകനല്ലേ? പക്ഷെ ഈ പെങ്കൊച്ചു പറഞ്ഞില്ലല്ലോ, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ ഷാർപ്പ് ദൂത് പറഞ്ഞൊരു പ്രവാചകനാ, പച്ചലയും കത്രിയം പോലെയാ എന്ന് പറഞ്ഞോ? അത് പറയാൻ ഞാൻ എടാ പറയുകയാണെങ്കിൽ ഇങ്ങനെ വേണ്ട പറയാൻ. നമ്മുടെ വഴിയായിട്ട് കൂടെ പോകുന്ന ഇയാൾ, അയ്യോ ഈ പുള്ളിയെ പോലെ ഒരു പ്രവാചകൻ ഞാൻ കേട്ടതാ ദൂത്, ഇത്ര കൃത്യം ദൂത് പറയുന്ന ഒരാള് വേറെ ഇല്ല എന്നല്ലേ പറയേണ്ടത്. പക്ഷേ ഇവളെ ആകർഷിച്ചത് എലീശയുടെ പ്രവചനമല്ല, എലീശയുടെ വിശുദ്ധിയാണ് അവളെ ആകർഷിച്ചത്. അതുകൊണ്ട് അവള് പ്രവചനത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ, ഇയാൾ വിശുദ്ധനാ. നമ്മൾ വന്നറിയാമോ, ആരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാൽ എനിക്കത് വിഷയമല്ല. എന്റെ ഇവിടം
പറയുന്നു നിന്റെ ആ ഉടായ്പ കൊണ്ട് നടക്കുക. നമ്മൾ പറയുന്ന എന്ന് പറഞ്ഞാൽ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, എന്റെ ഹൃദയം ദൈവം അറിയുന്നുണ്ടല്ലോ എന്നാ. അത് സത്യം തന്നെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ കാര്യം നടക്കുകയല്ല. സ്വോത്രം. ദൈവത്തിന്റെ മനുഷ്യരുടെയും കൃപയെ വളർന്നല്ലേ? വേണം. എടാ പെങ്കൊച്ചു പറഞ്ഞു കണ്ടോ? സ്വോത്രം. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. എന്തിന്? നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചില്ലേ? അല്ലേ? വിശക്കുന്നില്ലേ? അപ്പം വാഴ്ത്തിക ഒന്ന് കൽപ്പിച്ചാൽ മതിയല്ലോ. കർത്താവ് ഒരു വാക്യം പറഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായന സകല വചനം കൊണ്ടും വാക്യം പറഞ്ഞു. അത് കഴിഞ്ഞു. അന്നാ ഒരു കാര്യം ചെയ്യും, മേലും താവട്ട് ചാടിക്കൂ, എന്റെ കല്ലിൽ തട്ടിപ്പോകാണ്ടിരിക്കാൻ ദൂതന്മാർ കയ്യിൽ വായിച്ചു വാക്യമുണ്ടല്ലോ, ദൂതന്മാർ താങ്ങിക്കോളൂന്ന് പറഞ്ഞു. അവിടെ നടന്നില്ല. 2 പ്രാവശ്യം കർത്താവ് വാക്ക് ഉപയോഗിച്ചപ്പോണ്ടല്ലോ, അടുത്തത് പിശാചും വാക്യം തന്നെ ഉപയോഗിച്ചു. മനസ്സിലായോ? നമ്മൾ പറഞ്ഞ ആരാണെങ്കിലും വാക്യല്ലേ? വാക്യം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് വേർഡ്സ് ഇൻ ഡെവിൾസ് വോയിസ്. മനസ്സിലായോ? ഗോഡ്സ് വേർഡ്സ് ഇൻ ഡെവിൾസ് വോയിസ്. ദൈവവചന പക്ഷെ ശബ്ദം ആരുടെയാണ്? പിശാചിന്റെ. എല്ലാം കേട്ടച്ച് എന്നോടുള്ള ദൂതെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി പോകരുത്. അതിനാ ഞാൻ പറഞ്ഞത്, വരമല്ല വിഷയം, ഫലമാണ് വിഷയം. നമുക്ക് അതിനെക്കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാകണം. വരമല്ല, ഫലം. നിങ്ങൾ അവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. മക്കളെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണേ. നിങ്ങൾക്കൂടെ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുന്നത്. ആത്മാവിന്റെ ഫലമോ 9 എണ്ണമില്ലേ? അപ്പൊ ഫലങ്ങൾ എന്ന് വേണ്ട പറയാൻ. ഫലങ്ങൾ എന്നാ പറഞ്ഞത്. പക്ഷെ ഏകവചനം ഉപയോഗിച്ച് ആത്മാവിന്റെ ഫലം, ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, സിംഗുലർ ആണ് ഉപയോഗിച്ചത്. എന്നാ മേളിൽ നോക്കിയേ, ജഡത്തിന്റെ പ്രവൃത്തി എന്നല്ല, പ്രവർത്തികളോ. ദ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. വർക്ക്സ് ബഹുവചനം ഉപയോഗിച്ചു, പ്ലൂറല ഉപയോഗിച്ച്. മക്കളെ മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ അത്രയും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വല്ലതും പിടി കിട്ടിയോ? ഈ 9 എണ്ണം കൂടെ ചേരുമ്പോഴേ ഫലമാകുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് ചാടരുത്. ഫലമുണ്ടെന്ന് സ്വോത്രം. സ്നേഹമൊക്കെ കാണും. ദീർഘക്ഷമ എന്നുള്ള സാധനം ആ പഞ്ചായത്ത് കൂടെ പോയി കാണില്ല, നടക്കുകയല്ല. ഇതെല്ലാം കൂടെ ചേരുമ്പോഴേ ഫലമാകും. 9 എണ്ണം അതിനകത്തുണ്ടെന്ന് അതിനർത്ഥം. ഈ ഫലത്തിനകത്ത് 9 ഐറ്റംസ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നർത്ഥം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ലാസ്റ്റത്തെ എന്താണ്? ഇന്ദ്രിയജയം. ഇംഗ്ലീഷിൽ എന്താ കൊടുത്തിരിക്കുന്നത് അറിയാമോ? സെൽഫ് കൺട്രോൾ. ആത്മഫലത്തിനകത്തുള്ളതാണ് എന്ത്? സെൽഫ് കൺട്രോൾ. മലയാളം പറഞ്ഞേ, സ്വയ നിയന്ത്രണം. അപ്പൊ ആത്മാവിന്റെ ഫലമാണ് എന്ത്? സ്വയ. എന്നാ നിങ്ങൾക്ക് പറയാൻ ഒരു മടി, ഏതാണ്ട് കുഴപ്പത്തിലേക്ക് ഈ പുള്ളി കൊണ്ടുവന്നോർത്ത് നിങ്ങൾ മിണ്ടാത്തത്. എനിക്ക് കാര്യം പിടികിട്ടി. സ്വയം നിയന്ത്രണം, സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രണം. എന്റെ കൂടെ വരണം. ആത്മഫലമുള്ളവൻ എന്തുണ്ട്? സ്വയം നിയന്ത്രണമുണ്ട്. അപ്പോൾ ആത്മാവിന്റെ നിറവ് എത്ര അതികഠിനമായിട്ട് വന്നാലും എന്തോ ഉണ്ടാകും. ആണോ? അങ്ങനെ അല്ലല്ലോ ഇപ്പൊ. ആത്മാവിന്റെ വ്യാപാരം വന്നു കഴിഞ്ഞാൽ തുള്ളി 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 എല്ലാം കൂടെ അങ്ങ് പോവുക. വാൽത്താശെല്ലാം കൂടെ തുള്ളി തുള്ളി ഇങ്ങേ അറ്റത്ത് വരും. ഇവിടെ നിൽക്കുന്നതെല്ലാം കൂടെ തുള്ളി തുള്ളി അങ്ങേ അറ്റത്ത്. ഞാൻ കോട്ടയത്തൊരു യോഗത്തിനപ്പം ഞാനും കീബോർഡ്സുകാരന് മാത്രമേ ഉള്ളൂ തുള്ളാൻ. ബാക്കി എല്ലാവരും തുള്ളി തുള്ളി പോകും. എന്റെ സങ്കടം, ഈ തുള്ളി തുള്ളി വരുന്നെല്ലാം വേദസ്ഥ കയറി ചവിട്ടി 5-8 വേദസ്ഥന്റെ കുത്തും പൊട്ടി എന്റെ കൂടെ പറ്റുന്ന കുറച്ചൊന്നും ഞാൻ പെറുക്കി മാറ്റി. ബാക്കിയെല്ലാം കൂടെ ചാട്ടുന്നു ഞാനും കണ്ടു. അത് ആത്മാവാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ പഴയ നമ്മുടെ സഭാഹുള്ള യോഗം കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് പിടികിട്ടും. പള്ളിക്കൂടത്തിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത അപ്പച്ചന്മാരും അമ്മച്ചിമാരും സഭായത്തിന് ആദ്യത്തെ ഒരു പാട്ട് പാടുമ്പോൾ ഇരുന്നുകൊണ്ടായിരിക്കും പാടുന്നത്. ആ പാട്ട് തീരാറാകുമ്പോഴത്തേക്കിനും ആരോടും പറയണ്ട, എല്ലാവരും അങ്ങ് എഴുന്നേൽക്കും. മനസ്സിലാകുന്നുണ്ടോ? എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യുക. ആ നൃത്തം ചെയ്യുമ്പോൾ ചട്ടയം മുണ്ടുവിട്ട അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ടോ? ചട്ടയം മുണ്ടു എന്ന് പറഞ്ഞാൽ അറിയാമോ? അതല്ല ഇനി ഷോക്കേസ് വെക്കണം, തലമുറ കാണിക്കാൻ. കാരണം പിള്ളേർക്കൊന്നും അറിയത്തില്ല.
ടീഷർട്ട് ഇട്ടോണ്ടല്ല അവരിത്. ആ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് സഹിക്കാൻ വയ്യാത്തൊരു സംഗതി ഉണ്ടെങ്കിൽ മനുഷ്യന്റെ നഗ്നതയാ. മനുഷ്യ ശരീരത്തിന്റെ വടിവും അവയവങ്ങളും വ്യക്തമാകുന്ന നിലയിൽ ഒരു കാരണവശാലും വസ്ത്രം ധരിക്കാൻ പാടില്ല. സ്തോത്രം. ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ ഈ ചട്ടം കൊണ്ടുവിട്ട അമ്മച്ചിമാരും എഴുന്നേറ്റ് ഈ നേരിയതാണല്ലോ തലയിടുന്നത്. ഇന്നത്തെ പോലെ ഈ വല പോലത്തെ സാധനം അല്ല. ആ നേര് നല്ല അത് അവര് തന്നെ പോയി അത് വാങ്ങിച്ച് അതിന്റെ സൈഡൊക്കെ മടക്കി അടിച്ച് അല്ലെ കൈത്തയിലൊക്കെ തയ്ച്ച് നല്ല കൃത്യമായിട്ട് തല ഒന്നും കാണാതെ നല്ല അതിനിവിടെ ഇവിടെ പൗച്ചുമൊക്കെ കുത്തി. അത് കാണാനൊരു അഴകായിരുന്നു. ഇന്ന് പൗച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയുള്ളൂ, കാണുക പോലും ഇല്ലല്ലോ. സ്തോത്രം. അതെല്ലാം കുത്തി ആ പാട്ടിന്റെ ആ നിറവ് വരുമ്പോൾ അമ്മച്ചിമാരെല്ലാം എഴുന്നേറ്റ് പതുക്കെ നൃത്തം ചെയ്യാൻ തുടങ്ങി. പാട്ടിന്റെ താളത്തിനൊത്ത്. മനസ്സിലാവുന്നല്ലോ? മനോഹരമായ കനാൻ ദേശമേ, അത് എനിക്ക് കഴിയാത്തൊരു അവകാശം എന്നൊക്കെ പറയുമ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കും. ആ സ്തുതിക്കുമ്പോ ഈ നേര്യതി ഈ നെറ്റിന്ന് ഇവിടുന്ന് ഒരു ശകലം പോയാൽ അവർക്കറിയാം. ഇവിടുന്ന് ഒരു ശകലം തന്നെ അറിയാം, അന്നേരം പിടിച്ചിടും. അതിന്റെ പേരാണ് സ്വയം നിയന്ത്രണം. ഒരു കാരണവശാലും അടുത്തേക്കുന്ന തങ്കമ്മാമയുടെ കാലക്കരി ചവിട്ടുകയില്ല. മനസ്സിലായോ? തുള്ളുന്നതിനിടയ്ക്ക് ഒരു കാരണവശാലും ഇപ്പുറത്തെ ആളിന്റെ കാലെ ചവിട്ടും. അവർക്ക് അതിനൊക്കെ അറിയാം. വിവേകത്തോടെയാ, പരിജ്ഞാനത്തോടെയാ. ഈ തുണിയെക്കുറിച്ച് നല്ല സുബോധമുണ്ട്. അപ്പൊ തന്നെ ആത്മനിറവിൽ നല്ല അന്യഭാഷ കേട്ടാൽ. കുഴിക്കാലൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, മൈക്കമ്മച്ചി എന്നറിയപ്പെടുന്നത്. മൈക്കമ്മച്ചി ഒരൊറ്റ ഹല്ലേലൂയ പറഞ്ഞാൽ മെഴുവേലി മുഴുവൻ നടുങ്ങും. മരിക്കുന്നത് വരെ നമ്മളെ കണ്ടാൽ ഹല്ലേലൂയ ഒരൊറ്റ പറച്ചില്ല. അതൊക്കെ എന്നാ പ്രത്യാശയാ. ആയ കാലം മുഴുവൻ കണ്ടത്തിനകത്തും പറമ്പിൽ നിന്ന് കഷ്ടപ്പെട്ടും പിള്ളേരെ വളർത്താനൊക്കെ ത്യാഗം സഹിച്ച അമ്മച്ചിമാർ. ത്യാഗമൊക്കെയാണല്ലോ അകത്ത് തിളച്ചു മറിയ കർത്താവിനെ കുറിച്ചുള്ള പ്രത്യാശ. ഹല്ലേലൂയ. കണ്ടോ? അപ്പോൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഒറ്റ പ്രതീക്ഷയല്ലേ ഉള്ളൂ, ഈ കഷ്ടതയൊക്കെ മാറും. എപ്പം? കർത്താവ് വരുമ്പം മാറും. അല്ല 2025 മാറും എന്നല്ല അവരുടെ വിശ്വാസം. നമ്മൾ പറഞ്ഞ 25 നവംബർ മാസത്തിന് മുമ്പ് ഇതിന്റെ മേൽ ഒരു വിടുതൽ ഉണ്ട്. സ്തോത്രം. നവംബർ മാസം വിടുതൽ കിട്ടിയില്ലെങ്കിൽ നീ അവയെന്ന് പോവോ? പിന്നെന്താ? അത് കിട്ടുമോ കിട്ടാതിരിക്കും, നീ എന്താ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത്? അതൊക്കെ ദൈവം ചെയ്യും. നമ്മുടെ ഭാഗത്ത് 100 കണക്കിന് പണി കിടക്കുക, അതൊന്നും വിഷയമല്ല. നീ ഇടപെടണം. ദൈവമൊക്കെ ഇടപെട്ടോളൂ, സമയാസമയം ഇടപെട്ടോളൂ. നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്താൽ മതി. കണ്ടോ ആത്മനിറവുള്ളവന്റെ വ്യത്യാസം? കണ്ടോ? അവൻ ആ വിവേകവും പരിജ്ഞാനവും ഉണ്ടാകും. എത്ര തുള്ളിയാലും പരിസരബോധമില്ലാതെയോ കാര്യം അറിയാതെയുള്ള യാതൊരു തുള്ളലും അവനുണ്ടാകുകയില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതിന്റെ പേരാണ് ആത്മാവിന്റെ ഫലം. അതുകൊണ്ട് നിങ്ങളും തുള്ളണം, നന്നായിട്ട് തുള്ളണം, നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. ഒരു മടിയും കാണിക്കരുത്. പക്ഷെ ഈ പരിജ്ഞാനത്തോടെ ചെയ്യാവൂ. ഫ്രണ്ടിൽ കസേരയുണ്ട്, ബാക്കിലും ആളുണ്ട്, എനിക്ക് നിൽക്കാൻ സ്പേസ് ഉണ്ട്, അവിടെ നിന്ന് തുള്ളണം. പിന്നെ നന്നായിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വെച്ച ചുണ്ണാമ്പ് കേൾക്കുമ്പോൾ ഇങ്ങനെ വെക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. പിന്നെ ഈ മാന്ത് മാറ്റി ഇപ്പൊ എല്ലാം ആ രൂപത്തിലായി പോട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ വരമല്ല വിഷയം, ഫലമാണ്. ഫലമേ നമ്മെ അവിടെ കൊണ്ടെത്തിക്കൂ. സ്തോത്രം. വരം നമ്മെ അങ്ങ് കൊണ്ടുപോവുകയല്ല, ഫലമേ കൊണ്ടുപോകത്തുള്ളൂ. നിങ്ങൾക്ക് ഫലമുണ്ടാകേണ്ട, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. ഫലം ഉണ്ടായാൽ മാത്രം പോരാ, നിലനിൽക്കുകയും ചെയ്യണം. അപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ച്, ബാക്കി ഞാൻ നാളെ പറഞ്ഞോളാം. സമയം മുന്നോട്ട് നീങ്ങുന്നല്ലോ. ഇല്ല 35 ആയതേ ഉള്ളൂ അല്ലേ? സമയമുണ്ട്. സ്തോത്രം. ഞാൻ ആ മറ്റേ സൂചിയ മനസ്സിൽ വന്ന് ഇല്ല, സമയം ഒന്നും ആയിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. എനിക്കിപ്പോഴാണ് സമാധാനമായി. അപ്പോഴേ ഈ തൂണ് കുഴിച്ചിട്ടിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചേ. തൂണ് ഞാൻ പിന്നെ പറഞ്ഞോളാം കേട്ടോ, കുറെ വിശദമായി നമ്മൾ പിന്നീട് പണ്ടത്തെ ഞാൻ വന്നോളാം. ആ തൂണിന്റെ എല്ലാ സെപ്പറേറ്റ് ഫ്ലെക്സും പടവും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം നമ്മൾ കാശ് മുടക്കി സാമിനെ കൊണ്ട് പ്രിന്റ് എടുപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. പഴയത് പോരാഞ്ഞിട്ടാണ് ഞാൻ പുതിയ പ്രിന്റ് എടുത്തത്. കാരണം അതെല്ലാം മങ്ങിപ്പോയി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ വലിപ്പത്തിലും കൃത്യമായിട്ട് കാണാവുന്ന രീതി തന്നെയാണല്ലോ. ഒരൊറ്റ തൂണ് പോലും നിലത്ത് കുഴിച്ചിട്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ തൂണ് നേരെ നിൽക്കാൻ കാരണമേ ഇത് കണ്ടോ, കുറ്റികൾ
താമ്ര കുറ്റികൾ. എന്നിട്ട് അകത്തും പുറത്തും കുറ്റി അടിച്ചിട്ട് കയറുകൊണ്ട് വലിച്ചു കെട്ടിയേക്ക്. അതുകൊണ്ടാണ് തൂണ് നിവരെ നിൽക്കുന്നത്. സ്തോത്രം. ആ, നിങ്ങൾ എന്താ ചിന്തിക്കാൻ അറിയുമ്പോൾ ഞാൻ നിർത്തിയത്. ഈ തൂണ് നിവരെ നിൽക്കാൻ കാരണം ഈ കുറ്റി ഇങ്ങനെ മേളിൽ വെള്ളി കൊളുത്തിന്മേൽ പിടിപ്പിച്ചാണ് ഇത് വലിച്ചു കെട്ടിയിരിക്കുന്നത്. സ്തോത്രം. വെള്ളിയൊക്കെ അവിടെ ഉണ്ടോ? പിന്നെ അതെവിടുന്നാ മേടിച്ചേ? ആവശ്യമുള്ള വെള്ളി അവിടെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? പറയാം. മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ട് ചെങ്കടൽ കടന്ന് അക്കരെ കയറി. ദൈവം വിളിച്ച് സംസാരിക്കുന്ന കാര്യമൊക്കെ അറിയാവുന്ന. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാവരും കനാൻ നാട്ടിലേക്ക് പോരുവാണോ? അതെ. എല്ലാവരും ഉണ്ടല്ലോ, ആരും തിരിഞ്ഞു പോകുന്നില്ലോ? ഇല്ല. എന്നാ ഒരു കാര്യം, ഈ യാത്രയിൽ വാഗ്ദത്ത കനാലിലേക്ക് വരുന്നവരെല്ലാം, പ്രത്യേകിച്ച് 20 വയസ്സിന് മേൽ പ്രായമുള്ളവരെല്ലാം, 1/2 ശേക്കൽ വെള്ളി വീണ്ടെടുപ്പ് വില കൊടുത്തിട്ട് പേര് ലിസ്റ്റിൽ ചേർക്കണം. സെൻസസ് എടുക്കുക. ശ്രദ്ധിച്ച് അക്കരെ കയറുന്ന ആദ്യം നടക്കുന്ന സംഭവം അതാ. ഈ യാത്ര വാഗ്ദത്ത കനാലിലേക്ക് പോകുന്നവരെല്ലാം 1/2 ശേക്കൽ വെള്ളി കൊടുത്ത് വീണ്ടെടുപ്പ് വിലയായി കൊടുത്തിട്ട് പേര് ലിസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്തോ മനസ്സിലായി? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്നവൻ ഒന്നാമതായിട്ട് ഉറപ്പാക്കേണ്ട കാര്യം പേര് പുസ്തകത്തിലുണ്ടെന്നുള്ളതാ. അങ്ങനെ പേര് ലിസ്റ്റിൽ ചേർത്താലേ മന്ന വീണ് കിട്ടി. വഴിയെ പോകുന്നതെല്ലാം മന്ന ഇട്ടു കൊടുക്കുകയല്ല. ഏതായാലും വീഴുന്നുണ്ട്, ഞാനും പോയി പെറുക്കേക്കാന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടത്തില്ല. നീ പാത്രമായിട്ടാലേ നടക്കൂ. സ്തോത്രം. ഡിവൈൻ പ്രൊവിഷൻസ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, ഈ യാത്ര അങ്ങോട്ട് നീ വരുന്നു എന്നുണ്ടെങ്കിൽ പേര് ലിസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ അപകടം പിടിച്ച പല വാക്യങ്ങൾ ഉള്ളതിലെ ഒരു വാക്യമാണ് വെളിപ്പാട് 20:15. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിയിടും. നമുക്കറിയാം വെള്ളസിംഹാസന ന്യായവിധി അതല്ലേ? 11 മുതൽ 15 വാക്യം വെളിപ്പാട് 20. ആ വെള്ളസിംഹാസനം എല്ലാവരും കൊണ്ടുവരികയൊക്കെ ചെയ്യും. അപ്പൊ തെളിവിന് പുസ്തകങ്ങളെല്ലാം എടുക്കും. ഏതെല്ലാം പുസ്തകം എടുക്കും? ഓർമ്മയുടെ പുസ്തകം മലാക്കി 3:16 അല്ലേ? യഹോവയുടെ സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകമുണ്ട്. നമ്മൾ ചെയ്തില്ലെന്ന് പറയും. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല. രണ്ടറ്റത്തും തീ കൊടുത്തിട്ട് മാറി നിൽക്കുക. കുഞ്ഞമ്മ അറിഞ്ഞായിരുന്നോ? ഇല്ല. അറിഞ്ഞില്ലേ? ഇല്ലെന്നേ. എന്നാ ഞാനായിട്ട് മിണ്ടുന്നില്ല. എന്നാ പിന്നെ മിണ്ടായിരുന്നാ പോരാ. അത് ചെയ്യല്ല. ഓങ്ങിക്കൊടുത്ത് തീ കൊടുത്തിട്ട് പുള്ളി മാറി നിൽക്കുക. അങ്ങനെ രണ്ടറ്റത്തും തീ കൊടുത്തിട്ട് മാറി നിന്നവനെല്ലാം തമ്പുരാൻ പോക്കും. അതുകൊണ്ട് അന്നേരം കടന്ന് കുഴഞ്ഞു മറിയാതിരിക്കാൻ ഓർമ്മയുടെ പുസ്തകത്തിൽ A-Z സകലതും ഉണ്ട്. കണ്ടോ? വേദപുസ്തകം എടുക്കും, ജീവന്റെ പുസ്തകം കൊണ്ടുവരും. യോബ് പറഞ്ഞു, നീ എന്റെ അകത്തെ ഒരു സഞ്ചിയിലാക്കി കെട്ടി പറ്റിച്ചിരിക്കും. ആണ്ട് ആ സഞ്ചിയും കൊണ്ടുവരും. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ലല്ലോ. ഹബക്കൂക്ക് പറഞ്ഞു 2-ാം അധ്യായം 11-ാമത്തെ വാക്യം അറിയാവോ? ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിന് തുലാങ്ങൾ ഉത്തരം പറയുകയും ചെയ്യും. ഇന്നു വരെ ഒരൊറ്റ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല ചെയ്ത പ്രവൃത്തി എന്താണെന്ന്. ഭൂമിയിൽ ഒരു മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് നെഞ്ചും വിരിച്ച് നടക്കുക. ഈ വിരിപ്പ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഒതുങ്ങും. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കും. യെസ്, ഞാൻ സാക്ഷി. പോരെങ്കിൽ മരപ്പണിന് തുലാങ്ങൾ ഉത്തരം പറയും. ലൂക്കോസ് 12:1 നീ അറയിൽ വെച്ച് ചെയ്തതിന് മേൽക്കൂര സാക്ഷ്യം പറയും. ഇവരെല്ലാം കൂടെ ആ സാക്ഷ്യം പറയാൻ അന്ന് വരുന്നു. വല്ല രക്ഷയുണ്ടോ? ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. എന്നാലും ഷുപ്പാസ് പറഞ്ഞ പോലെ എല്ലാം കാറ്റ് കൂട്ടിച്ച് പെട്ടെന്ന് മൊബൈലിനകത്ത് നിന്ന് ഡിലീറ്റ് ആവുകയും ചെയ്യും. ഇതിനകത്തുനിന്ന് ഡിലീറ്റ് ആകുള്ളൂ, അവിടുന്ന് ഡിലീറ്റ് ആവുകയാണ്. അവിടെ കിടക്കുക സംഗതി, മെമ്മറി കിടക്കുക. അങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു തരണം. മെമ്മറി കിടക്കുക, അവിടെ കിടക്കുക, അവിടുന്ന് പോകുന്നില്ല. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? സ്തോത്രം. ഉപ്പാപ്പ കളിയാന്ന് ഓർത്തായിരിക്കുന്ന അല്ലേ? നടക്കുകയല്ല.
ഇവിടെ ആര് കണ്ടോ ഇല്ലോ ദൈവത്തിന് വിഷയം, ഇവിടെ കാണോ കാണാതിരിക്കുമെന്ന് വിഷയമില്ല, അവിടെ ഓൾറെഡി കണ്ടല്ലോ. നമ്മൾ ഈ എന്താ സൂപ്പർ മാർക്കറ്റിലും പെട്രോൾ പമ്പിലെല്ലാം ചെല്ലുമ്പോൾ നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അപ്പൊ പിന്നെ നമ്മളവിടെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കും. ഒരു സാധനം എടുത്ത് നോക്കുന്നത് പോലും ചെയ്യല്ല, കാരണം ക്യാമറ കണ്ട അടിച്ചു മാറ്റാൻ തോന്നിയെങ്കിലും ഒന്ന് നോക്കിയേച്ച് വെച്ചേക്കടിച്ച് എടുക്കണ്ട. എത്ര സൂക്ഷ്മതയോടെ ഇതുവരെ മനസ്സിലായില്ല. അതിനേക്കാൾ പവറുള്ള ഒരു ക്യാമറ നമ്മുടെ നേരെ മേളിൽ നിൽക്കുക എന്നുള്ളത്. ഗ്ലോറി! ഉയരത്തിലെ ക്യാമറ നമ്മുടെ നേരെ ഫോക്കസ് ചെയ്ത് നാളെ എത്രയാണെന്നറിയാമോ? അതറിയാവുന്നോണ്ടല്ലേ ദാവീദ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നു എഴുന്നേക്കുന്നില്ല നീ. പിന്നെ പറഞ്ഞു, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എന്റെ മേൽ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്യും. ഇതൊക്കെ ദാവീദ് പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഇന്ന് വരെ ഞാൻ അങ്ങോട്ടൊരു പാപവും ചെയ്തിട്ടില്ല. ഞാൻ എന്തു പറഞ്ഞു എനിക്കും അറിയാം, നിനക്കും അറിയാം. അങ്ങോട്ട് ക്ലാസ് എടുക്കുക. തമ്പുരാൻ ചില പ്രാർത്ഥന കേൾക്കുമ്പോൾ വെരുണ്ടിരിക്കുക, ഇറങ്ങി ഓടണോന്ന് ഓർത്ത്. ചില പ്രാർത്ഥനയ്ക്കും സ്വർഗം തമ്പുരാൻ ഇങ്ങനെ മേശയെ പിടിച്ച് വല്ലവിധേന ഇവന് ആമയം പറഞ്ഞ് നിർത്തിയാൽ മതിയാലും എന്നാ കസേര നോർച്ചിരിക്കാം. അത്ര ചെറുപിളായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ അല്ലേ. ചെറുപിളാണ് ഹൊറിബിൾ. ഇതാണ് ഒന്നും അറിയാൻ വേണ്ടി പറഞ്ഞത്. ഓത്രം ചെറുപിളാണ് ഹൊറിബിൾ. ഞാൻ നാളെ പറഞ്ഞില്ലേ പ്രാർത്ഥിച്ച അമ്പാടി ഗവൺമെന്റ് ആശുപത്രി നടന്നത്. ഞങ്ങള് കുറച്ച് പേര് ഞാൻ നാളിവിടെ പറഞ്ഞതാ. രോഗിയെ കാണാൻ പോയപ്പോ അപ്പുറത്ത് രണ്ടും പേര് പ്രാർത്ഥിച്ചു. ഒച്ചയും പളം കെട്ടി ചെന്നതാ. പ്രാർത്ഥിച്ച ആത്മാവെന്ന് പറഞ്ഞ് കൈയെടുത്ത് വീശി ഈ ട്രിപ്പ് കുത്തിടുന്ന വള്ളിയെ കൈ ഉടക്കിയിട്ട് കയ്യെന്ന് പറഞ്ഞ് ഓരയും ചീറ്റി ബഹളവും വെച്ച് എന്നിട്ട് ഈ പോട്ടൻ കണ്ണു തുറന്ന് നോക്കുവോ, അവൻ നിന്നന്ന് പറഞ്ഞ ആത്മാവ് ജ്വലിക്കുക, ഏകാഗ്രത വിടാതെ. ആ ട്രിപ്പ് തൂക്കിയിട്ട് ആ സ്റ്റാൻഡ് ഒറ്റ വീക്കിയാവുണ്ടല്ലോ. സ്തോത്രം. വെളും ബോധമില്ലാത്തവനോട് പ്രാർത്ഥിക്കാനായിട്ട്. സ്തോത്രം. അങ്ങനൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു വന്നതേ ഇവിടുന്ന് ഊരിപ്പോകാനൊക്കെയാൽ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വരുത്താം, അപ്പൊ കാണാം ഞാൻ ഈ പറഞ്ഞ സംഭവം ഇതിനകത്തുണ്ടോന്നോ. പിന്നെ സകലവും വെളിപ്പെടുന്ന ഒരു ദിവസം ഉണ്ടെന്നേ, നീതി സൂര്യൻ ഉദിക്കുന്ന നാളിൽ. ഞാൻ പറയാതെ അതിനൊക്കെ സംഭവം കിടക്കുന്നുള്ളൂ. ഞാൻ 20-15 പറഞ്ഞത് കൊണ്ടാ അല്ലേ. നിങ്ങൾ ആ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കി. ആ സന്ദർഭത്തിൽ എങ്ങനെ നിൽക്കാൻ ഒക്കും? പോരെങ്കിൽ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. 15-ാം വാക്യത്തിൽ പറയുക, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പോകെ തള്ളിയിടും. ഏതവനെയും ആ വാക്യം അല്പം അപകടം പിടിച്ചതാണ്. കാരണം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും നല്ല, ജീവന്റെ പുസ്തകത്തിൽ ഇപ്പോൾ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പോയി തട്ടുവന്ന ആ ഇപ്പോൾ എന്നുള്ള വാക്യത്തിലാണ് നമ്മൾ കുടുങ്ങിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് 30 വർഷം മുമ്പ് ഞാൻ കർത്താവിനെ ഏറ്റെടുത്തു, എന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. 30 വർഷം മുമ്പ് എഴുതുന്നുള്ളത് കറക്റ്റാ, ഇപ്പൊ ഉണ്ടോ എന്നുള്ളത് ആ വിഷയം. കുക്ക് സാഹിബിന്റെ കാലത്ത് എന്റെ പേര് എഴുതി, സമ്മതിച്ചു. ഇപ്പോഴാ പേര് അവിടെ ഉണ്ടോ? 10 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടപ്പോൾ പേരുണ്ടായിരുന്നു, എഴുതി ചേർത്തു, സമ്മതിച്ചു. ആ പേര് ഇപ്പോഴും അവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യം. 2 വർഷം മുമ്പ് ആത്മനിറവ് പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചു, ഒക്കെ ശരി തന്നെ. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നിപ്പം വർഷം 2ആയി, പേര് അവിടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? അവിടെ ആയി കുഴയുന്നത്. പുറപ്പാട് 30-31 അല്ല, നീയുടെ പുസ്തകത്തിന്റെ പേര് മായിച്ച് കളയണമേ. പേരെഴുതിയവരത് മായ്ക്കാനും റൈറ്റ് ഉണ്ട്. അല്ല മറ്റൊരു പറയുന്ന പോലെ രക്ഷിക്കപ്പെട്ട പിന്നെ ഇത് സുരക്ഷിതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് വെറുതെ അബദ്ധത്തിൽ ചാടരുത്. പണ്ടൊരു അച്ഛൻ പറഞ്ഞു, ഞാൻ ഇനി പോകാത്ത സഭയില്ല, ഞാൻ ഇനി പോകാത്ത സഭയില്ല. ഞാൻ ചർച്ചകോടി പോയി, ഷാരോനിൽ പോയി, IPC പോയി, WM പോയി. ലാസ്റ്റ് ഞാൻ വെതറിപ്പോയി. ബ്രദറിപ്പോയെന്ന് പറഞ്ഞ മനസ്സിലായോ? ലാസ്റ്റ് ഞാൻ ബ്രദറിപ്പോയെന്നാ പറഞ്ഞ, ലാസ്റ്റ് ഞാൻ വെതറിപ്പോയെന്ന്. നീ വെതറുകയേ ഉള്ളൂ. സ്തോത്രം. അങ്ങനല്ലിത്. അപ്പോഴേ രാവും പകലും ഒരു ചിന്ത, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് പേര് മായുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആ വിഷയം.
ഞാൻ പറഞ്ഞില്ലേ, നന്നായി ഘട്ടം സഹിച്ച് നന്നായി പ്രാണവെന്നെടുത്ത് ജീവൻ ഊറ്റിക്കൊടുത്തിട്ടാണ് സഭയെ സൃഷ്ടിച്ച് ഇതിനകത്ത് കയറി കിടന്ന് വിളച്ചിൽ കാണിക്കാൻ എന്റെ പൊന്നു കുഞ്ഞുഞ്ഞെ നിന്നെ തമ്പുരാൻ സമ്മതിക്കുകയാണ്. നിന്റെ ഒരു വിളച്ചിലും ഇതിനകത്ത് നടക്കുകയില്ല. സംഘടനയ്ക്കകത്ത് പറ്റും, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ദൈവസഭയ്ക്കകത്ത് ഈ ഒരു വിളച്ചിലും നടക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ജീവിതം സൂക്ഷിക്കാതെ, ജീവിതം കാത്തു സൂക്ഷിക്കാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് പറഞ്ഞ വാക്കിനാലോ ക്രിയാലോ എന്തു ചെയ്താലും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവന് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ഒരു വാക്ക് പറഞ്ഞാൽ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതായിരിക്കണം. അത് പറ്റുന്നില്ലേ, മിണ്ടായിരിക്കും നല്ലത്. ചെല്ലുമെന്ന് വല്ലതും പറഞ്ഞ് നമ്മുടെ ഉള്ള ആദ്യം കൊണ്ട് ഇളകിപ്പോവുക. സ്വഭാവത്തിനുണ്ടല്ലോ, പനിയും തലവേദന ചെന്ന് ഇനി മറ്റുള്ളവർക്ക് പനി പകരണ്ടെന്നോർത്ത് വന്നില്ല, നമ്മൾ കാണാൻ ചെല്ലുക. എന്താ പറ്റി വരാൻ? ഞാൻ പനിയായിരുന്നേ, വല്ലാത്ത തലവേദന. കാരണം തലവേദന ഉണ്ടോ? ഇപ്പോഴത്തെ തലവേദനയൊന്നും വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ആശ്വസിപ്പിക്കാൻ ചെന്ന തലേദിവസം പകല് വെയിൽ കൊണ്ടുള്ള പണിയൊക്കെ ആയതുകൊണ്ട് സന്ധ്യയായപ്പോഴും തലവേദന ഉണ്ടായതാ. അല്ല, ശരിക്കും എണ്ണ തേച്ചൊന്ന് കുളിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങി സ്ഥലം കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ ആ തലവേദന അങ്ങ് പൊക്കോളും. കാണാൻ ചെന്ന് നമ്മൾ പറയണം, അച്ഛാ ഞാൻ വേറൊന്നും വെച്ചുകൊണ്ട് പറയല്ല, ഇപ്പോഴത്തെ തലവേദനയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഞങ്ങളുടെ മാമൂട്ടിലെ കുഞ്ഞോളമ്മയുടെ മൂത്ത മോൻ ഒരു കുഞ്ഞു തലവേദനയായിട്ട് പോയതല്ലേ, ഏഴാം പോക്കം ആംബുലൻസിലല്ലേ കൊണ്ടുവന്നത്. അയ്യോ, എനിക്കതിപ്പോഴും ഓർക്കാൻ വേണ്ട. എന്നാ നശിക്കാൻ അങ്ങോട്ട് പോകാതിരിക്കണ്ടേ, അത് ചെയ്യേ. ചെന്നേച്ച് കൃപ ജ്വലിപ്പിക്കാൻ ചെല്ലുന്ന ചെന്നേച്ച് പറയാം, ഇപ്പോഴത്തെ തലവേദനയൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെയാണോ വർത്താനം പറയേണ്ടത്? തലവേദനയാണോ വയ്യാന്ന് പറഞ്ഞു, ഞങ്ങൾ ഇതിനേക്കാൾ വലിയ തലവേദനയായിട്ടോ ദേവസ്വം നിൽക്കുന്നത്. അതൊന്നും വിളിച്ചല്ല അച്ഛാ, ഞാൻ ചെന്ന് കുടിച്ചാൽ ഞാൻ കാപ്പി കുടിച്ച് ബ്രെഡും ഒക്കെ കഴിച്ച് കഴിയുമ്പോഴും ഒക്കെ മാറി. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തെ കൊണ്ട് കഴിയാത്ത എന്താ ഉള്ളത്, അവൻ സാക്ഷാ നമ്മുടെ രോഗങ്ങളെ വഹിച്ച ദൈവമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിന് പകരം പറയാം. നമ്മൾ പ്രാർത്ഥിച്ചു പോരുമ്പം പറയും, ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ, മുടക്കല്ലേ, നീ പിന്നെ എന്നാ എടുക്കാണ്ട് അങ്ങോട്ട് പോയേ. പ്രാർത്ഥിച്ചെല്ലാം കഴിച്ചു പറയാം, ഗുളിക മുടക്കരുത്, കൃത്യമായിട്ട് കഴിച്ചോണം. ഗുളിക കൃത്യമായിട്ട് കഴിച്ചു, വേണ്ടാന്ന് പറയാനായിട്ടല്ല. ഗുളിക കഴിച്ചാലും സൗഖ്യം തരുന്ന ദൈവമല്ലേ, അത് പറയണം. അല്ല, ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല. നമ്മൾ പറയും ഗുളികയ്ക്ക് പ്രവർത്തിക്കുന്ന പരിമിതമാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ അകത്തിരിക്കുകയല്ലേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഈ ഇത്രയും ശക്തിമത്ത ദൈവം നമ്മുടെ അകത്തിരിക്കുമ്പോൾ കുഞ്ഞ് തലവേദനയ്ക്ക് നമ്മൾ ഒതുക്കാൻ പറ്റുമോ? അച്ഛൻ ചാറി എഴുന്നേക്ക് അച്ഛനൊക്കെ പറഞ്ഞ് ഉത്സാഹത്തിലേക്ക് പോകുന്നതിന് പകരം തിരിച്ചു വരുന്ന വണ്ടി കയറുമ്പം പറയുകയാണെ, എനിക്കൊരു ചെറിയ തലവേദന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ തലവേദന എനിക്കും. അതെ, ഇപ്പോഴല്ലേ കൊറോണ വല്ല ആണോ ഇല്ലെന്ന് ആർക്കറിയാം, എത്ര പ്രാവശ്യം ഇത് വന്നു പോയെന്ന് ആർക്കറിയാം. കണക്കെടുക്കുക, എത്ര പ്രാവശ്യം കൊറോണ വന്നേച്ച് പോയെന്ന്. ഇവർ ഞാൻ കൊടുത്തുവിടാനുണ്ടായിരുന്നു, മറന്നുപോയി. അതുപോലെ വർത്താനം കേട്ടാൽ സ്തോത്രം. അങ്ങനെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യേണ്ടതിന് പകരം ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. 12 എണ്ണത്തെ ദേശം ഒത്തു നോക്കാൻ പറ്റും, 10 വന്നേച്ച് പറയാണ് നടക്കുകയാണ്. നമ്മളാണ് പറയുന്നത്, നിങ്ങളീ പറയുമ്പല്ലേ ഭൂരിപക്ഷം ഏതാണോ, പിന്നെ ബഹുഭൂരിപക്ഷം പറയുന്ന പോലെ വേണം. ഒന്നാമത് ഇത് പറ്റുമല്ലോ നോക്കാൻ പോയത് തന്നെ അബദ്ധം. തന്നിരിക്കുന്നെന്നാ പറഞ്ഞു, പോയി മേടിച്ചോണ്ടാ മതി. ഇറ്റ് ഈസ് ഗ്രാൻഡഡ്. ദൈവം ഓൾറെഡി തന്നിരിക്കുക, പോയി കൈവശമാക്കിയാൽ മതി എന്നാ പറഞ്ഞു. സ്തോത്രം. 12 എണ്ണത്തിൽ 10 വന്നേച്ച് പറഞ്ഞ് നടക്കുകയല്ല. അന്നേരമാണ്ട് 2 പേര് ആ വരുന്ന വരവ് കണ്ടാൽ തന്നെയാ അവർ എസ്കോൾ താഴ്വരോളം ചെന്നിട്ട് ഒരു മുന്തിരിക്കൊല തണ്ടോടെ പറിച്ചെടുത്ത് തോളിൽ വെച്ചു. ഒരാൾ മുമ്പിലും പുറകിലും ആ മുന്തിരിക്കൊല കെട്ടിത്തൂക്കിയിട്ടേക്കുക. മനസ്സിലാകുന്നുണ്ടോ? ചുമന്നോണ്ടായി പോണെ വാഗ്ദേശത്തേക്ക്. പുറകെ പോകുന്നവനെ സന്തോഷം ഓർത്ത്, മുമ്പിൽ പോകുന്നവന് ഈ മുന്തിരിക്കൊല ഉണ്ടെന്നുള്ള അറിവേ ഉള്ളൂ. പുറകെ പോകുന്ന ഇത് അനുഭവിച്ചോണ്ടാ പോണെ. വല്ലോ മനസ്സിലായോ? ആർക്കറിയാം മുന്തിരിക്കൊല ഏതാ? നീ ഞാൻ പറഞ്ഞു തരണം.
നമ്മുടെ മുമ്പേ പോയവർ വരാൻ പോകുന്ന മുന്തിരിക്കലെ കുറിച്ച് വാഗ്ദത്തം മാത്രം കേട്ടുപോകുമ്പോൾ നമ്മുടെ തോളിൽ വഹിക്കുന്നിടത്തോളം കാലം ഈ മുന്തിരി അനുഭവിച്ചുകൊണ്ട് നമ്മൾ വാഗ്ദത്ത കനാലിലേക്ക് പോകുന്നത്. ഗ്ലോറി! പഴയ നിയമഭക്തന്മാരൊക്കെ മുന്തിരിക്കുയെ ചില വാഗ്ദത്തം മാത്രം കേട്ടുപോയപ്പോൾ പുറകെ പോണ പാവപ്പെട്ട നമുക്ക് ഈ മുന്തിരി അനുഭവിച്ചുകൊണ്ട് പോകാൻ, ക്ഷീണം മാറ്റിപ്പോകാൻ, വിശപ്പടക്കി പോകാൻ, അന്ത്യത്തോളം ഇത് ചുമക്കാൻ ഭാഗ്യം ലഭിച്ചത് നമ്മക്കാ. സ്വതന്ത്രം. അവര് വന്നേച്ചു പറഞ്ഞു നമ്മളിത് പിടിക്കും. മറ്റൊരു പറയണേ, അയ്യോ ഞങ്ങൾ അവിടെ ചെന്ന് അവരുടെ മുമ്പ് ഞങ്ങൾ നിന്നപ്പം എങ്ങനെ തോന്നിന്ന വെട്ടുക്കിളിയെ പോലെ ഇവരിങ്ങനെ പർവ്വതം പോലെ നിൽക്കുക. ഏതാണ്ട് തോന്നുകയും ചെയ്യും. ദാവീദ് നോക്കിയപ്പോ ആണ്ട് കുറച്ച് നിൽക്കുന്ന ഇപ്പ് കണ്ടോ? ഏതാണ്ട് അവന്റെ മുമ്പിൽ നമ്മൾ വെട്ടുക്കിളിയാന്നേ തോന്നുള്ളൂ. തമ്പുരാൻ വിളിച്ചാടാ, അവിടുത്തെ വെട്ടുക്കളുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കല്ലേ. യോശുവയും കാലേബും ഒഴികെ ബാക്കിയെല്ലാം നെഗറ്റീവ് പറഞ്ഞപ്പോൾ 2 പേരെ പോസിറ്റീവ് പറഞ്ഞുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. 7 13 ഞാൻ മറന്നു. ഞാൻ കേൾക്കെ എന്റെ കാതിൽ പറഞ്ഞതുപോലെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യും. 17-ാം അധ്യായത്തിലാണോ ദൈവാസനെ? ഞാൻ ഈ ഭാഗത്ത് വരും. 17-ആണോ 16-ആണോ? ആ വാക്ക് എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ കേൾക്കെ നിങ്ങൾ എന്റെ കാതിൽ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യും. 14-ാം അധ്യായത്തിന് 28-ാമത്തെ വാക്യം. ഞാൻ വിചാരിച്ച എന്നാ കൊച്ചമ്മ പറയാത്ത. മതി 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 മതി. വാക്യം ശ്രദ്ധിച്ചേ. ഞാൻ കേൾക്കെ നിങ്ങൾ എന്താണോ എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ നിങ്ങളോട് ചെയ്യും. ശ്രദ്ധിച്ചേ, ഞാൻ വേഗം അവസാനിപ്പിക്കാം. 8:30 ആയതേ ഉള്ളൂ. സ്തോത്രം. അരമണിക്കൂറുണ്ട്. എന്നെ ശ്രദ്ധിക്കുക. കണ്ടോ? ഞാൻ കേൾക്കെ നിങ്ങൾ എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് ചെയ്യും. അതുകൊണ്ട് ഈ ദൈവത്തിൽ ഇരുന്നിട്ട് ഈ നാക്ക് വളയ്ക്കുമ്പോൾ സൂക്ഷിക്കണം. അത് പറയാനായിട്ട്. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് വാഗ്ദത്ത കനാലിലേക്ക് പോകുന്നവൻ തന്നിഷ്ടപ്രകാരം നാക്കെടുത്ത് വളയ്ക്കരുത്. പറയാം. എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട. ചെങ്കലിന്റെ തീരത്ത് വന്നു, അക്കരെ കയറാൻ ഒരു വഴിയില്ല. ഇസ്രായേൽ മക്കളെല്ലാം മോശയുടെ നേരെ കുറുകൊടുത്തു. ഒരു ചോദ്യം ചോദിച്ചു, മിസ്രൈമി ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എങ്ങനെയാ ചോദിച്ചേ? മിസ്രൈമി ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടു? നമ്മളാണ് മരണനൂതൻ വ്യാപരിക്കുന്നു പറഞ്ഞ് ശാസിച്ച് ഫലിച്ച് ഇല്ലാത്ത ബഹളം എല്ലാം വെച്ചേന്. മോശ ശാസിക്കാനും പോയില്ല, ഭക്ഷിക്കാനും പോയില്ല. ദൈവത്തോട് ചോദിച്ചു എന്തോ ചെയ്യേണ്ടത്? നീ ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. കാര്യം നമുക്കറിയാം. വടി നീട്ടി ചെങ്ങൽ വിളിച്ചു, എല്ലാം അക്കരെ കയറി സുരക്ഷിതരായി. പക്ഷെ ഒരു സംഭവം നടന്നെന്നറിയാമോ? ഇക്കരെ വെച്ച് ശവക്കുഴിയല്ലേ ചോദിച്ചേ? അതെ. ഈ 40 വർഷം കൊണ്ട് ശവക്കുഴി ചോദിച്ച മുഴുവൻ എണ്ണത്തെയും മോശയും അഹരോനും കൂടെ അടക്കം ചെയ്തു. ഒരെണ്ണം അക്കരെ കയറിയില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്താ കാരണം? പെസഹാ ദിവസത്തിൽ ആട്ടുകൊറ്റനെ അറുത്ത് ആ ആട്ടുകൊറ്റൻ പിടഞ്ഞു മരിച്ച് അലറി നിലവിളിച്ച് പ്രാണം വിട്ട് ആ രക്തം അടയാളം വിട്ട് ആ രക്തത്താൽ സംഹാരദൂതനുമേൽ ജയമെടുത്ത് വാഗ്ദത്ത കനാലിലേക്ക് ചെങ്കടൽ കടന്ന് കരറിപ്പോകുന്ന ഒരുത്തൻ തന്നിഷ്ടപ്രകാരം നാക്കെടുത്ത് വളയ്ക്കാൻ പാടില്ലായിരുന്നു. അതാ തമ്പുരാൻ പറഞ്ഞ്, ഞാൻ കേൾക്കുന്ന നിങ്ങൾ എന്നാണോ പറഞ്ഞത് അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. പിള്ളേര് പരീക്ഷിക്കും, മാർക്ക് കുറച്ച് ഇവൻ മന്ദബുദ്ധിയ കൊള്ളികലെന്നൊന്നും നീ പറയരുത്. മക്കൾ യഹോവ നൽകുന്ന ഈ അനുഗ്രഹം ഉദരബലം അവൻ തരുന്ന പ്രതിഫലമാ. ദൈവം നിനക്ക് തന്ന ദാനത്തെ മന്ദബുദ്ധി എന്ന് വിളിക്കാൻ നിനക്കെന്താ റൈറ്റ്? സ്തോത്രം. കണ്ടോ? നാക്കെടുത്ത് വളയ്ക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരു കാര്യം കൂടെ പറയാം. ഏലിയാവിനോട് തമ്പുരാൻ പറഞ്ഞു, കെരീത്തിൽ പോയി ഒളിച്ചിരിക്കുക അല്ലേ? കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് വെള്ളം പറ്റി. അത് പോരാട്ടമൊന്നുമല്ല, മഴ പെയ്യാൻ വെള്ളം പറ്റിയത്. നമ്മളതെല്ലാം വ്യാഖ്യാനിച്ചു പോകണം. ഏതെല്ലാം രൂപത്തിലെന്നറിയാം. വെണ്ടക്കാഴ്ചയിൽ എഴുതി വെച്ചിരിക്കുന്നു, മഴ പെയ്യാണ്ട് തോട് പറ്റി. അത്രയേ ഉള്ളൂ. ഇനി വേറെ വ്യാഖ്യാനത്തിനൊന്നും പോകണ്ട. കാക്കയുടെ വരവ് നിന്നത് പുസ്തകത്തിലോട്ട് ഇല്ലെന്തായാലും പിന്നെ അത് പറഞ്ഞോട്ട് ഞെളിയാൻ വേണ്ട. പാട്ടിനകത്തേ ഉള്ളൂ കാക്കയുടെ വരവ് നിന്നത്, പുസ്തകത്തിലില്ല. അതൊക്കെ അത് ഉയർത്തലെ കാര്യം, ദൈവം കാണും. അതൊന്നും വലിയ വിഷയം. അവിടെ ഇരിക്കുമ്പോഴേ പറയും, നീ എഴുന്നേറ്റ് സാരഭാത്തിലേക്ക് പോകാം, അവിടെ നിന്നെ പോറ്റേണ്ടത് ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ചോദ്യമില്ല, കേട്ടു. അന്നേരം എഴുന്നേക്ക് പോവുക. സാരഭാത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ വിധവ വിറക് പെറുക്കുക അല്ലേ?
ഓൾറെഡി അവളും കുഞ്ഞും കൂടെ മരിക്കാനിരിക്കുക. ആത്മഹത്യക്ക് വേണ്ടി ഇരിക്കുമ്പോഴാണ് ഏലിയ അങ്ങോട്ട് ചെന്നപ്പം വിറക് പെറുക്കുന്ന കണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, ചാകാൻ പോവുകയാണെങ്കിലും പെറുക്കി കൂട്ടുന്നതിന് കുറവൊന്നും. സ്വോത്രം. ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, 3 വർഷത്തേക്കുള്ള വിറകാ പെറുക്കുന്നത്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. പണ്ടൊരാള് മഴയായതുകൊണ്ട് ചാകാൻ പോയപ്പോ മുറം ചൂടിക്കൊണ്ട് പോയി നനയാതിരിക്കാൻ, ആറ്റി ചാടാൻ. പിള്ളേര് പറയുന്ന കേട്ടോ, അതൊക്കെ ട്രെയിനിന് മുമ്പ് ചാടാൻ പോയപ്പോ സ്പീഡാന്ന് പറഞ്ഞ് മാറി നിന്നു. എങ്ങനെയുണ്ട്? എടാ, ആത്മഹത്യ ചെയ്യാൻ പോയ ട്രെയിൻ സ്പീഡാണ് പോവാണ്, വല്ലതും നോക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ചാടുന്നു പറഞ്ഞു, ഇവൻ ചാടിയില്ല, മാറുന്നു. ഇനി എന്നാടാ ചാട്, അതിന് സ്പീഡ് കൂടുതൽ. പിന്നെ ഇവന് ചാകാൻ വേണ്ടി പരശുറാം പിന്നെ സ്ലോ ചെയ്യണോ? സ്വോത്രം. നോക്കിക്കേ, ഇവള് വിറക് പെറുക്കിക്കൊണ്ടിരിക്കുക. ഈ പെറുക്കന്നെ കണ്ടപ്പോ ഏലിയ പാടുന്നു പറഞ്ഞു, കുടിക്കാൻ അല്പം വെള്ളം. അല്ല, അതെ, ഞാൻ ചുമ്മാ ഒന്നും വന്നല്ല. ഞാനാണ് തോട്ടി ഇരുന്നാ മതി, അപ്പം വെള്ളം അവിടെ വരും. എനിക്കിവിടെ വരെ പറഞ്ഞ കാര്യമില്ല, അതുകൊണ്ട് ഞാൻ വന്ന വെറുതെ എനിക്കുള്ള അപ്പം കൊണ്ടുപോവാ എന്നൊന്നും അല്ല പറഞ്ഞു. ആ ചോദിച്ച ചോദ്യം രീതിയും കണ്ടോ? ആളും തരം കണ്ടേ ചോദിക്കാൻ പറയാൻ ചെയ്യാവൂ. നമുക്ക് ആരാണെന്ന് എന്താണെന്നൊന്നും അറിയത്തില്ല, മുമ്പാ ചാടി കയറി നമ്മൾ കോടിറക്കുക. അങ്ങനെ ചെയ്യരുത്. ഏലിയ ചോദിച്ച ചോദ്യം കണ്ടോ? കുടിക്കാൻ അല്പം വെള്ളം. എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ദേശത്ത് മഴ പെയ്തിട്ട് 3 വർഷവും 6 മാസമായി. അപ്പം ഒരു കുപ്പി വെള്ളം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ 15 രൂപയാ വില. അതുപോലെ വെള്ളം അപ്പം ചോദിച്ചു പറഞ്ഞാൽ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങൾ ചെറുതെ നിങ്ങൾ വെള്ളം കിട്ടുമെന്ന് പറയരുത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, 3 സേയാ വിത്ത് വിതയ്ക്കത്തക്ക രീതിയിൽ വെള്ളം കോരിപ്പം ബത്തപ്പാട് വെള്ളം ഉണ്ടായോ? കുടിക്കാൻ വെള്ളം ഇല്ലാത്തപ്പോഴില്ല, തോട് നനയ്ക്കാനായിട്ട് വെള്ളം. ആലോചിച്ച് നോക്കി. അപ്പൊ ഈ വെള്ളം ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അവൻ തലപൊക്കെ നോക്കി വെള്ളം എടുക്കാൻ പോയപ്പോ പുറകിന്ന് വിളിച്ചു പറഞ്ഞു, പോരുമ്പോ കൊണ്ടുപോയി എന്ത് രണ്ടും കൊണ്ടുപോരണമേ, തരണമേ. അങ്ങനെയാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നീ അത് ചെയ്യും, ഇടപെടും, പ്രവർത്തിക്കും യേശുവിൻ നാമത്തിൽ. കർത്താവ് കേട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. എടാ, ചെയ്തു കൊടുത്തിട്ട് ഇവൻ കയറുമെന്ന് എനിക്കിട്ട് താങ്ങുമല്ലോ. സ്വോത്രം. അങ്ങനെയൊന്നും അല്ല. കണ്ടോ, ചോദിച്ചത് കണ്ടോ? തരണമേ എന്ന് പറഞ്ഞു. എന്നാലും അവള് പറഞ്ഞു, ആ പടം അല്പം മാവ് എണ്ണയുണ്ട്, അതുകൊണ്ട് അട ഉണ്ടാക്കുന്നത് ഞാനും മോനും കൂടെ എന്തോ ചെയ്യാനാ, മരിക്കാനിരിക്കുക. ഏലിയ കൊണ്ട് ശാസിച്ചോ? ഇല്ല. നിന്നേക്കാൾ പ്രശ്നം നിന്ന് എന്നെ ദൈവം ജീവിപ്പിച്ചു. അതുകൊണ്ട് ഈ ഭവനത്തോട് പോരാടുന്ന, ഭാവിയെ നശിപ്പിക്കുന്ന, നന്മയെ മുടക്കിക്കളയുന്ന, മരണമിട്ട് പോരാടുന്ന ദുഷ്ടശക്തി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചൊന്നുമില്ല. ആള് പറഞ്ഞ ആദ്യം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. സ്വോത്രം. അവളാ ഉള്ള മാവിനകത്തുനിന്ന് ഒരട ഉണ്ടാക്കി ഏലിയാവിന് കൊണ്ട് കൊടുത്തു. ഞാനൊരു കാര്യം പറയാം, കലം നിറച്ച മാവ് ഉണ്ടായിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ നടക്കുക. സ്വോത്രം. ഈ പുള്ളി എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും അവിടോട്ടാണ് ഈ വരുന്നല്ലേ. ഇവനുള്ള കാര്യം പറയാതിരിക്കാൻ നോക്കുക. കലം നിറച്ച് മാവ് കിട്ടിയിട്ട് ആർക്കും കൊടുക്കാൻ നോക്കുകയല്ല. ഇല്ലായ്മയെന്ന് കൊടുക്കുമ്പോഴാ ദൈവം വല്ലതും തരുന്നത്. അവളെല്ലാം ഉള്ളതിനകത്തുനിന്ന് ഒരട എടുത്ത് കൊണ്ടു കൊടുത്തു. ഏലിയാവ് അത് തിന്നു, തൃപ്തനായി. താൻ തന്റെ വഴിക്ക് പോയി. സംഗതിയൊക്കെ ശരി. കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, PT ഉഷ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടി വരിക. അതെന്താ? കൊച്ചൻ തട്ടിപ്പോയി. ഇവളെന്താ പറഞ്ഞേ? ഞാനും മോനും ആണോ? നടന്നോ? നടന്നില്ലേ? മരിച്ചില്ലേ? പറഞ്ഞ മനസ്സിലായോ? അന്യഭാഷ പറയുന്ന നാവുകൊണ്ട്, ദൈവത്തോട് സംസാരിക്കുന്ന നാവുകൊണ്ട്, കുഞ്ഞാണ്ട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആത്മനിറവ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ തന്നിഷ്ടപ്രകാരം അന്നത്തെ ആവേശനാണെന്നൊക്കെ പറഞ്ഞ് നാക്കെടുത്ത് വളക്കിരുന്ന ഞാൻ ഈ പറഞ്ഞേ. ഇത്രയും പറഞ്ഞപ്പോ പോസിറ്റീവും പറയണല്ലോ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു. ഒരു രക്ഷയില്ലാതിരിക്കുമ്പോഴാ നസറാനെ കുറിച്ചുള്ള വാർത്ത കേട്ടത്. അവള് ആ വാക്കിങ്ങനെയാണേ, ഇന്ന് ഞാൻ പോകും, ഞാൻ തോടും. ഒരു കാര്യം പറയാം, ഞാൻ സൗഖ്യമാകുന്ന അവൾ പറഞ്ഞു. പുറപ്പെട്ടുപോയി. സൗഖ്യമാകുന്ന അവൾ
പോയിട്ട് ഒരു ഉപകാരമില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടോണ്ട് നീ അവതേറ്റം തൊടാഞ്ഞുകൊണ്ട് ഞാൻ സൗഖ്യമല്ല എന്ന് വേണ്ട, ഇത് തള്ളി ഏതായാലും ഞാനും പോയേക്കാം എന്നൊന്നും അല്ല പറഞ്ഞത്. 12 വർഷമായിട്ട് നടക്കാത്ത കാര്യം ഇന്ന് നടക്കുമെന്ന് അവൾ ഒന്നുകൂടെ വായിച്ചു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കണ്ടോ അവള് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചുരിദാറ് തേക്കുമ്പോഴും കുളിക്കുമ്പോഴും അല്ലേ ഇവള് പറയാ ഞാൻ സൗഖ്യമാകും. 12 വർഷമായിട്ട് നടക്കാത്ത കാര്യം ഇന്ന് നടക്കും. ഇന്ന് എൻ്റെ ദിവസമാ, ഇന്ന് എൻ്റെ വിടുതലിന്റെ ദിവസമാ, ഞാൻ സൗഖ്യമാകുന്ന ദിവസമാ, എൻ്റെ സ്ഥിതി മാറുന്ന ദിവസമാ, എന്നെ മാനിക്കുന്ന ദിവസമാ. ഇത് പറഞ്ഞോണ്ട് അവൾ നടക്കുന്നത്. അവൾ എന്തു പറഞ്ഞോ അതാണ് പ്രാപിച്ചത്. ഇപ്പൊ പിടികിട്ടിയോ? അതുകൊണ്ടേ അപ്പന്നുറുക്കിൽ പങ്കെടുക്കുന്ന, വീഞ്ഞെടുത്ത് കുടിക്കുന്ന നാവ് കൊണ്ട്, അന്യഭാഷ പറയുന്ന നാവ് കൊണ്ട്, ദൈവവചനം ഉരുവിടുന്ന നാവ് കൊണ്ട്, പ്രാർത്ഥിക്കുന്ന നാവ് കൊണ്ട് തന്നിഷ്ടപ്രകാരം നാക്കെടുത്ത് വളയ്ക്കരുത്. വളച്ചാൽ അതിന് കോൺസിക്വൻസ് ഉണ്ട്. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിലപ്പെട്ട വചനങ്ങൾ കേൾക്കുവാൻ ഇന്ന് രാത്രി ഇടയാക്കിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം. അവിടുത്തെ ദാസനെ ശക്തീകരിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം. പ്രാർത്ഥിച്ച് പരിശുദ്ധ പിതാവിന്റെ സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിതമായ ദൈവവചനം ഞങ്ങൾക്ക് കേൾപ്പാൻ ദൈവം സഹായിച്ചതിന് സ്തോത്രം. ഷൈപ്പാസെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധികമായ ദൈവം ഉപയോഗിക്കണമേ. കൂടപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം. ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നു. യാത്ര സഹായിക്കണം. കർത്താവ് അനുവദിച്ചാൽ നാളെ രാവിലെയും വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിക്കണമേ. കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. 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 പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാമ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കൂട്ടായ്മയും നമ്മോട് നാം പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളുടെ മേലും, ഇന്ന് വചനം ശുശ്രൂഷിച്ച ദൈവദാസന്റെ മേലും, കൂടപ്പെട്ട ദൈവമക്കളുടെ മേലും, പുരോധ ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും, തുടർന്ന് നടക്കുന്ന എല്ലാ കൂട്ടുകീരങ്ങളുടെ മേലും കർത്താവിന്റെ വരവരെയും ഇന്ന് മുതൽ നീക്കം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയെ ജയം നൽകിയ പിതാവായ ദൈവത്തെ നമ്മൾ ഹല്ലേലൂയ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. നാളെ രാവിലെ ദൈവം